ഇവിടെ എന്താ പറയാ ഇൻവേഷന് വേണ്ടി വന്ന സമയത്ത് അവരെ തുരത്തി ഓടിച്ചത് നമ്മളെ ഈ മുസ്ലിം പണ്ഡിതന്മാരും അതുപോലെ തന്നെ ഉലമാക്കളും ഉമറാക്കളും ചേർന്ന് നിന്നിട്ടാണ്. നമ്മുടെ കേരളത്തിന്റെ ഇപ്പോഴത്തെ സമസ്ത പ്രശ്നങ്ങളിലൊക്കെ ഉലമ ഉമറ ബന്ധത്തെ കുറിച്ച് നമ്മൾ എപ്പോഴും ചർച്ച ചെയ്യാറുണ്ടല്ലോ. അപ്പൊ അതിന്റെയൊക്കെ ഒരു ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള റിസൾട്ടാണ് ഇപ്പത്തെ മൊറോക്കോ. കാരണം അന്ന് 1200-കള് 1300-കള് 400-കള് 500-കള് എന്ന് പറയുമ്പോൾ മൊറോക്കോയില് സ്പെയിനും ഫ്രാൻസും പോർച്ചുഗലിലൊക്കെ നിരന്തരം എന്താ പറയാ ഇൻവേഷൻ നടത്തിയിട്ട് ഇവിടുത്തെ മുസ്ലിങ്ങളെ മതം മാറ്റുക, അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിലൊക്കെ ഉണ്ടായ പോലത്തിലുള്ള ഡിവൈഡ് ആൻഡ് റൂൾ, അങ്ങനെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ച സമയത്തും മൊറോക്കയിലെ ഉലമാക്കളും ഉമറാക്കളും കൈകോർത്ത് നിന്ന്. അതിന് ഉദാഹരണമാണ് എന്താ പറയാ മുവഹിദീങ്ങള്, മരീനിൻസ്, അതുപോലെ തന്നെ അലവിയാക്കൾ എന്ന് പറഞ്ഞ ഒരു രാജ ഡൈനാസ്റ്റികള്. ഇവരൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അഹ്ലുബൈത്തിൽ വരുന്ന എന്താ പറയാ ഇവിടുത്തെ രാജാക്കന്മാരൊക്കെ പണ്ട് കാലം മുതൽ ഓക്കെ താഹിർ പി റൈസ്ഡ് താഹിർ എന്ത് സംസാരിക്കാനുണ്ടാ? നിങ്ങൾ ടൈം ആവുമ്പോഴൊന്ന് സൂചിപ്പിക്കണണ്ടാ, നമുക്ക് പെട്ടെന്ന് നിർത്താമായിരുന്നു. താഹിറിന് എന്തെങ്കിലും പറയാൻ? ആ എന്ത് കേട്ടില്ല? കേൾക്കുന്നുണ്ട്. ഓക്കെ. ഓക്കെ, അപ്പൊ ഇതുവരെ ഞാൻ പറഞ്ഞത് കേട്ടില്ല? കേക്കുന്നുണ്ട്. പറഞ്ഞോളി. ഓക്കെ. ഇത് നമ്മളെ ക്ലാസ് ഉള്ള മാതിരില്ല, ഈ ഓൺലൈനാകുമ്പോൾ നമുക്ക് നിങ്ങളുടെ അടുത്തുള്ള റെസ്പോൺസ് കേൾക്കാതെ നമുക്ക് ഇത് ഒരു സംതൃപ്തി വരില്ല. നിങ്ങൾ ക്ലാസ് കേൾക്കുന്നുണ്ടോ അതല്ല ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ കേൾക്കുന്നുണ്ടോ ഒരു വസ്വാസിലാണ്. ആരോടോ സംസാരിക്കുന്ന പോലെ. ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇസ്ലാം മൊറോക്കോയിൽ പണ്ട് കാലത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ പണ്ട് കാലം മുതലേ മൊറോക്കോ രാജഭരണമാണ്. ആ രാജാക്കന്മാർ എന്ന് പറഞ്ഞാൽ അഹ്ലുബൈത്ത് നിബിതങ്ങളെ കുടുംബത്തിലുള്ള രാജാക്കന്മാരാണ്. ഈവൻ ഇപ്പോ ഭരിക്കുന്നത് മുഹമ്മദ് സാദിസ് എന്ന് പറഞ്ഞ രാജാവ് നിബിതങ്ങളുടെ വംശപരമ്പരയിൽ വരുന്നതാണ്. അപ്പോ മൊറോക്കോക്ക് അങ്ങനത്തെ ഒരു ഹിസ്റ്ററി കൂടിയുണ്ട്. അപ്പൊ നമ്മള് നമ്മള് ഇൻട്രൊഡക്ഷനിൽ കുടുങ്ങിപ്പോയല്ലേ. അപ്പൊ ഈ ഒരു 3 വിഷയം, അതായത് ദാറുൽഹുദ, ഖറവീൻ യൂണിവേഴ്സിറ്റി, ആഫ്രിക്കൻ ഇസ്ലാം, മുസ്ലിംസ് ആഫ്രിക്ക, അതുപോലെ തന്നെ ഇങ്ങനത്തെ ദലായിൽ ഖൈറാത്ത്, തൻബീഹുൽ അനാം പോലത്തെ കിതാബുകൾ, അത് ബേസ് ചെയ്തിട്ടുള്ള ചെറിയൊരു സംസാരം, ഒരു ഇൻഷാ അല്ലാഹ് ഒരു അരമണിക്കൂർ കൊണ്ട് തീർക്കാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു ഇൻഷാ അല്ലാഹ്. അപ്പൊ നമ്മള് ആ ഒരു ടോപ്പിക്കാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ടൈറ്റില് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, നമുക്ക് അറിയുന്നതല്ലേ സംസാരിക്കാൻ കഴിയും. ഓക്കെ. അപ്പൊ ഖറവീൻ യൂണിവേഴ്സിറ്റി, അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഖറവീൻ യൂണിവേഴ്സിറ്റിനെ കുറിച്ചായിരുന്നു. ഖറവീൻ യൂണിവേഴ്സിറ്റി നേരത്തെ പറഞ്ഞല്ലോ, ഓക്സ്ഫോർഡ്, കാംബ്രിഡ്ജ്, അതുപോലെ തന്നെ ഹാർവാർഡ് യൂണിവേഴ്സിറ്റി, അങ്ങനെ വെസ്റ്റിൽ വന്ന കുറെ യൂണിവേഴ്സിറ്റികളൊക്കെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഇസ്ലാമിക് വേൾഡില് യൂണിവേഴ്സിറ്റികൾ എന്ന നിലക്കല്ല, ജാമിയകള്, അതല്ലെങ്കിൽ പള്ളികൾ ബേസ് ചെയ്തിട്ട് നമ്മുടെ ഇസ്ലാമിക് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനുകൾ നടന്നു വന്നിട്ടുണ്ട്. അത് നമ്മളെ ഒരു വലിയ ഒരു റിച്ച് ഹിസ്റ്ററിയാണ്. അത് നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം. നമ്മൾ പറഞ്ഞിട്ടില്ലെങ്കിൽ അത് പറയാൻ വേറെ ആരും ഉണ്ടാവില്ല. അപ്പൊ അത് നമ്മൾ തന്നെ പറഞ്ഞ് നമ്മൾ തന്നെ ഇങ്ങനെ ഉണ്ടല്ലോ, ഓർമ്മയാണ് സ്മരണയാണ് വലിയ സമരം. ഈ കാലത്ത് ഇസ്ലാമിനെ ഇങ്ങനെ താറടിക്കാൻ വേണ്ടിയിട്ട് വെസ്റ്റ് നിന്നുള്ള ആൾക്കാരും നമ്മളെ കൂട്ടത്തിലുള്ള കമ്മ്യൂണിസ്റ്റുകളൊക്കെ ശ്രമിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ എപ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കേണ്ട കാര്യങ്ങളാണ് ഈ ഒരു ചരിത്രം. ലോകത്തെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന യൂണിവേഴ്സിറ്റി, ഇപ്പോഴും സിസ്റ്റമാറ്റിക്കായി വളരുന്ന യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ ഒരു സ്ത്രീ ഉണ്ടാക്കിയ യൂണിവേഴ്സിറ്റി, അങ്ങനെ ധാരാളം റിച്ച് ഹിസ്റ്ററി നമ്മളെ ഇസ്ലാമിനുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഭാഗമാണ് ഹദീസും അതുപോലെ തന്നെ ഖുർആനും പോലത്തെ റിവീൽഡ് സയൻസുകളൊക്കെ പറഞ്ഞത്. അപ്പോ ഖറവീൻ യൂണിവേഴ്സിറ്റിന്റെ ഒരു ചെറിയൊരു ഹിസ്റ്ററി ഞാൻ പറഞ്ഞു. ഖറവീൻ യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ധാരാളം പണ്ഡിതന്മാർ അവിടെ പഠിച്ചു വളർന്നിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇബ്നു അറബിയെ പോലത്തെ ഇബ്നു അറബിയും ഇബ്നു ഖൽദൂനും ലോകത്തെ തന്നെ. ഇബ്നു ഖൽദൂനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് കൂടുതൽ അറിയുമെന്ന് വിചാരിക്കുന്നു. നമ്മളെ സോഷ്യൽ സയൻസ് അതല്ലെങ്കിൽ ആന്ത്രപ്പോളജിക്കൽ സ്റ്റഡി ഇപ്പൊ ഇങ്ങനെ ഭയങ്കര റിലവൻ്റൈസ് ആയി കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണല്ലോ ഈ സോഷ്യൽ സയൻസും ആന്ത്രപ്പോളജിക്കൽ സ്റ്റഡി. അതിൻ്റെയൊക്കെ ഒരു ഫൗണ്ടിങ് ഫാദർ എന്ന നിലക്ക് പറയാൻ പറ്റുന്ന ഒരാളാണ് ഇബ്നു ഖൽദൂൻ. നിങ്ങൾ ഇബ്നു ഖൽദൂൻ മുഖദ്ദിമ
വായിച്ചിട്ടില്ലെങ്കിലും അതിനെക്കുറിച്ച് കേട്ട് പരിചയം ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇബ്നു ഖൽദൂനെ പോലത്തെ, ഇബ്നു അറബിയെ പോലത്തെ, പിന്നെ ധാരാളം മുസ്ലിം പണ്ഡിതന്മാർക്ക് പുറമെ ധാരാളം ജൂ പണ്ഡിതന്മാർ നമ്മളെ കറവി യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിട്ടുണ്ട്. ഉദാഹരണമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ മൈമോനജിസ് എന്ന് പറഞ്ഞ 1135 ജനിച്ച ഒരു ജൂയിഷ് ഫിലോസഫർ അവർ കറവി യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ലിയോ ആഫ്രിക്കനസ് എന്ന് പറഞ്ഞ 1400 ജനിച്ച ഒരു ജൂയിഷ് പണ്ഡിതന് കറവി യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ലോകത്തെ വേൾഡ് മാപ്പ് കുറിച്ച് നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ വേൾഡ് മാപ്പ് ആദ്യമായിട്ട് വരച്ചത് അതിന്റെ ഒരു എന്താ പറയാ പണ്ടത്തെ വേൾഡ് മാപ്പിന്റെ ഫൗണ്ടർ എന്നൊക്കെ പറയുന്ന നമ്മുടെ ഇദ്രീസി, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇദ്രീസി അല്ലെ? അങ്ങനെ ഇദ്രീസി പഠിച്ചത് യൂണിവേഴ്സിറ്റിയിലാണ്. അങ്ങനെ ധാരാളം പണ്ഡിതന്മാര്, മാലിക്കി പണ്ഡിതന്മാര്, ഫിലോസഫർമാര്, സോഷ്യോളജിസ്റ്റുകള്, ധാരാളം സ്ത്രീ പണ്ഡിതകള്, അവരൊക്കെ പഠിച്ചൊരു യൂണിവേഴ്സിറ്റിയാണ് കറവീൻ യൂണിവേഴ്സിറ്റി. അപ്പോൾ കറവീൻ യൂണിവേഴ്സിറ്റി, ദാറുൽ ഹുദ, മൊറോക്കോ, ഇന്ത്യ, കേരള, ആ ഒരു എന്താ പറയാ. പിന്നെ അതുപോലെ തന്നെ കറവീൻ യൂണിവേഴ്സിറ്റിയിൽ അന്ന് നമ്മളെ ഏഷ്യ ഭാഗത്തു നിന്നുള്ള പണ്ഡിതന്മാർ അവിടെ പോയി പഠിച്ചിട്ടുണ്ടോ ഇല്ല എന്നുള്ള രീതിയിൽ ചർച്ചകളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ഒന്ന് ഉറപ്പിച്ച് പറയാം, മൊറോക്കോ എന്ന് പറഞ്ഞാൽ ഒരു ആഫ്രിക്കൻ കൺട്രിയാണ്. ആ മൊറോക്കോയിലെ എന്താ പറയാ ഈസ്റ്റിലെ ഏറ്റവും ലാസ്റ്റ് ഉള്ള മൊറോക്കൻ കൺട്രിയിലെ അന്നത്തെ ആഫ്രിക്കൻ കൺട്രീസിലുള്ള പല കൺട്രീസിൽ നിന്നും ഇവിടേക്ക് ആളുകൾ വന്നിട്ട് അൾജീരിയ, നൈജീരിയ, മാലി, മൊറിറ്റാനിയ, അതുപോലെ തന്നെ പല സ്ഥലത്തു നിന്നും ആൾക്കാർ വന്നിട്ട് ഈ കറവി യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു എന്താ പറയാ ഒരു ഇപ്പത്തെ ഒരു ബാക്കി പത്രമാണ്, അതല്ലെങ്കിൽ അതിന്റെ ഒരു ഇതാണ് നമ്മളെ ഉദവിമാര് 40-80 ഉദവിമാർ ഇവിടെ 40 ഉദവിമാർ പഠിച്ചു പോയി. 40 ഉദവികൾ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇൻഷാ അല്ലാഹ് ബാക്കി വരും കാലങ്ങളിലൊക്കെ ഇനി ഉദവിമാർ ഇങ്ങോട്ട് വരും. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളെ പണ്ടത്തെ ഒരു റിച്ച് ഹിസ്റ്ററി ഉണ്ട്, അതിന്റെ ഒരു തുടർ കഥയാണ് നമ്മളെ ദാറുൽ ഹുദ ഇവിടെ തുടക്കം ഇട്ടിട്ടുള്ളത് കറവി യൂണിവേഴ്സിറ്റിനോട്. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു തുടർ ഇതാണ് നമ്മുടെ ദാറുദയും കറവി യൂണിവേഴ്സിറ്റിയും മൊറോക്കോയും തമ്മിലുള്ള ഈ ഒരു ടൈപ്പിന്റെ കഥ. അപ്പോ അങ്ങനെ ഞാനിപ്പോ മൊറോക്കോ, നമ്മൾ ഇസ്ലാമിക് നോളജ്, അതിന്റെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമുക്കറിയല്ലോ, പണ്ടത്തെ ദർസ് സിസ്റ്റം, അതുപോലെ തന്നെ കറവി യൂണിവേഴ്സിറ്റിന്റെ സിസ്റ്റം, നമ്മളെ നേരത്തെ പറഞ്ഞ ഈ സൈത്തൂന ജാമിയത്തുൽ സൈത്തൂന തുണീഷ്യയിലുള്ള അതൊരു ആഫ്രിക്കൻ കൺട്രിയാണ്. അതുപോലെ തന്നെ അൽ അസ്ഹർ കൈറോയിലുള്ള അതൊരു ആഫ്രിക്കൻ കൺട്രിയാണല്ലോ, ഈജിപ്തും. അങ്ങനെ ഇസ്ലാമിലെ പ്രധാനപ്പെട്ട പല ഇസ്ലാമിക് ഇൻസ്റ്റിറ്റ്യൂഷനും അതിന്റെ ആദിമ രൂപം ആഫ്രിക്കയിലാണ് അല്ലെ? ആഫ്രിക്കയിലാണ്. അപ്പോ അങ്ങനത്തെ ഒരു റിച്ച് ഹെറിറ്റേജ് നമ്മുടെ ആഫ്രിക്കൻ ഇസ്ലാമിനുണ്ട്. നമ്മൾ ഇസ്ലാം എന്ന് ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ നേരിട്ട് അറബ് ഇസ്ലാമിലേക്ക് പോകുന്നതിന് പകരം ആഫ്രിക്കൻ ഇസ്ലാമിന് അങ്ങനത്തെ ആ ഒരു എന്താ പറയാ ഒരു ചരിത്രം കൂടിയുണ്ട്. നമ്മൾ ഇസ്ലാമിലെ പ്രധാനപ്പെട്ട ഇസ്ലാമിക് ഇൻസ്റ്റിറ്റ്യൂഷനുകളൊക്കെ സ്ഥാപിക്കപ്പെടുന്നത് ആഫ്രിക്കയിലാണ്, 800-കളിലും 900-കളിലും 1000-കളിലൊക്കെ. അപ്പോ അന്നത്തെ ഒരു സിസ്റ്റം എന്താ ചോദിച്ചാൽ, അവിടെ ഒരു ഭാഗത്ത് ഖുറാൻ പഠിപ്പിക്കും, ഒരു ഭാഗത്ത് ഹദീസ് പഠിപ്പിക്കും, മറുഭാഗത്ത് അതേ സൈഡിൽ തന്നെ നെക്സ്റ്റ് പീരീഡ് ഒരു പക്ഷെ ഗണിതമായിരിക്കും, ഇൽമുൽ ഹിസാബ് ആയിരിക്കും, ഇൽമുൽ ഫലക്ക് ആയിരിക്കും, ഗോളശാസ്ത്രമായിരിക്കും, പിന്നെ ഫിലോസഫി ആയിരിക്കും, സോഷ്യോളജി ആയിരിക്കും, ഇബ്നു ഖൽദൂന്റെ സോഷ്യോളജി ആയിരിക്കും. അങ്ങനെ എന്താ പറയാ എല്ലാം കൂടിയിട്ടുള്ള ഒരു എന്താ പറയാ നമ്മളിപ്പോ പറയല്ലേ ഇന്റഗ്രേറ്റഡ് നോളജ്, അതിന്റെ ഒക്കെ ഒരു ആദിമ രൂപമായിരുന്നു നമ്മളെ പണ്ടത്തെ ആഫ്രിക്കൻ യൂണിവേഴ്സിറ്റികൾ എന്ന് പറയുന്ന കറവി യൂണിവേഴ്സിറ്റി, തുണീഷ്യ യൂണിവേഴ്സിറ്റി, അൽ അസ്ഹർ യൂണിവേഴ്സിറ്റി ഒക്കെ. പിന്നെയാണ് ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഈ വെസ്റ്റ് 1200-കൾ 300-കൾ എന്നൊക്കെ പറയുമ്പോൾ അതുവരെ ഒരു ഡാർക്ക് ഏജിലായിരുന്ന വെസ്റ്റില് യൂറോപ്പ് നമുക്കറിയാം, യൂറോപ്പിന്റെ ഹിസ്റ്ററി നിങ്ങൾക്ക് അറിയുമെന്ന് വിചാരിക്കുന്നു. യൂറോപ്പ് അത് കുറെ കാലം എന്താ പറയാ ഈ പരസ്പരം പോരടിച്ച് ക്രിസ്ത്യാനികൾ തമ്മിൽ പരസ്പരം പോരടിച്ച് ഒരു യൂണിറ്റ് ഇല്ലാത്തൊരു സംഭവമായിരുന്നു യൂറോപ്പ് എന്ന് പറഞ്ഞാല്, വെസ്റ്റ് എന്ന് പറഞ്ഞാല്. 1200-കൾ 300-കൾ 400-കൾ ആ ഒരു കാലഘട്ടങ്ങളിൽ ഈ റിനൈസൻസ്, റിഫോം നമുക്കറിയാലോ, പിന്നെ എൻലൈറ്റ്മെന്റ് പീരീഡ്, ആ ഒരു സംഭവങ്ങൾക്കൊക്കെ ശേഷമാണ് യൂറോപ്പിൽ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകുന്നതും അവരെ ഇതുപോലത്തെ യൂണിവേഴ്സിറ്റികളൊക്കെ സ്ഥാപിക്കുന്നതും. പിന്നെ അവര് മേൽക്കൈ നേടായിരുന്നു. അതുവരെ ഉണ്ടായിരുന്ന ഇസ്ലാമിക് എന്താ പറയാ നമ്മുടെ ഒരു റിച്ച് ഹെറിറ്റേജിനെ മറികടന്നിട്ട് വെസ്റ്റ് ഈ ഒരു റിനൈസൻസിനും എൻലൈറ്റ്മെന്റിനും ശേഷം
അവര് യൂണിവേഴ്സിറ്റികളൊക്കെ സ്ഥാപിച്ച് നമ്മളെ മറികടത്തുന്നു. ഇപ്പോഴും എന്താ പറയാ ആ ഒരു ഹെജിമണി, അതായത് നമ്മൾ എന്ത് പുസ്തകം അല്ലെങ്കിൽ എന്ത് തിയറി പറയണമെന്നുണ്ടെങ്കിലും ഞാൻ തന്നെ ഇപ്പൊ സംസാരിക്കുമ്പോൾ തന്നെ പല രീതിയിലും ഒരുപക്ഷെ വെസ്റ്റിലുള്ള സ്കോളേഴ്സിന് ഓരോ ബുക്കുകള് അക്കാദമിക് വർക്കുകളൊക്കെ റെഫർ ചെയ്യും. അപ്പൊ ആ ഒരു രീതിയിലേക്ക് നമ്മൾ ഇപ്പോഴത്തെ അക്കാദമിക് ഹെജിമണി മാറിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു ഹെജിമണി, ഒരു വെസ്റ്റേൺ ഹെജിമണിയെ തകർക്കാനുള്ള ഒരു എന്താ പറയാ ഒരു ദൗത്യത്തിന്റെ ഒരു ഭാഗവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ദാറുൽ ഹുദയില്, നമുക്കറിയാലോ ദാറുൽ ഹുദയില് പ്രധാനപ്പെട്ട നമ്മുടെ ഡിപ്പാർട്ട്മെന്റുകളൊക്കെ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക് സ്റ്റഡീസ് മാത്രമേ ഉള്ളൂ അല്ലെ. നമ്മള് എന്താ പറയാ ഖുറാന് ഹദീസ്, പിന്നെയാണ് ഈ ഒരു കുറച്ച് 2-3 വർഷങ്ങൾക്ക് മുമ്പാണ് നമ്മളെ ഇസ്ലാമിക് ഫൈനാൻസ് വരുന്നത്, അതുപോലെ തന്നെ സിവിലൈസേഷൻ സ്റ്റഡീസ് വരുന്നത്, സൊസൈറ്റൽ ഡെവലപ്മെന്റ് വരുന്നത്. ശരിക്കും പറഞ്ഞാൽ അതൊക്കെ ഇതിന്റെയൊക്കെ പൂർവ്വ പിതാക്കൾ മുസ്ലിങ്ങളായിരുന്നു. പിന്നെ അത് വെസ്റ്റ് കൈയടക്കി പിന്നെ നമ്മൾ ഒരു എന്താ പറയാ ഒരു റീടേക്കിന്റെ സമയമാണ് ഈ സമയം. അപ്പൊ അതിന്റെ ഒരു ഭാഗമാവാൻ വേണ്ടിയിട്ടാണ് നമ്മളെ ദാറുൽ ഹുദയും ഇന്ത്യയിലെ കേരളത്തിലെ ചമ്മാടിൽ നിന്നിട്ട് പല ഭാഗത്തും ലോകത്തിന്റെ പല ഭാഗത്തേക്കും ഉദവികളെ അയക്കുന്നു. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലേക്ക് എത്തുന്നു. അതുപോലെ തന്നെ യൂറോപ്പിലെ പ്രധാനപ്പെട്ട പല യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുന്നു. അവിടെ മസ്ജിദുകളുടെ ഖത്തീബുമാരാകുന്നു. ഉദവികൾ മാത്രമല്ല, നൂറാനികളാണെന്നുണ്ടെങ്കിലും വാഫികളാണെന്നുണ്ടെങ്കിലൊക്കെ ആ ഒരു എന്താ പറയാ എന്താ പറയാ ഇതിന്റെ ബാക്കി പത്രങ്ങളാണ്, തുടർക്കഥകളാണ്. അപ്പൊ അത് നമ്മുടെ ഹിസ്റ്ററിയെ നമ്മൾ തന്നെ റീറൈറ്റ് ചെയ്യേണ്ട ഒരു ദൗത്യം നമ്മൾക്കുണ്ട്. അപ്പൊ അതിന്റെ ഒരു എന്താ പറയാ മോഡൽ ദാറുലുദയാണ്. ദാറുലുദ, വാഫി സമ്പ്രദായങ്ങൾ, നമ്മുടെ നൂറാനി വിഭാഗങ്ങളിലുള്ള സമ്പ്രദായങ്ങളൊക്കെ അതിന്റെ ഒരു എന്താ പറയാ ഒരു ഹാൻഡ് ഉണ്ട്. അപ്പൊ നിങ്ങളും ഇൻഷാ അല്ലാഹ് ഭാവിയിൽ ആ രീതിയിലേക്ക് നമ്മുടെ ഇസ്ലാമിന്റെ പഴയ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഹിസ്റ്ററി ഹെറിറ്റേജ് ഒക്കെ ഉള്ള ഒരു ഇസ്ലാമിനെ റീറൈറ്റ് ചെയ്യേണ്ട ദൗത്യം നിങ്ങൾക്കുണ്ട്. അതിന്റെ ഭാഗമായിട്ട് നമ്മളെ ഈ ഇങ്ങനത്തെ പ്രോഗ്രാമുകളൊക്കെ കാണാമെന്ന് വിചാരിക്കുന്നു. അപ്പോ നമുക്ക് എന്താ പറയാ അപ്പൊ ഞാൻ വെസ്റ്റിന്റെ ഇൻവേഷൻ, ഈസ്റ്റ് നമ്മളെ മുസ്ലിം യൂണിവേഴ്സിറ്റികൾ സ്ഥാപനങ്ങൾ സ്ഥാപിക്കപ്പെടുന്നു. പിന്നെ റിനൈസൻസും എൻലൈറ്റ്മെന്റിന് ശേഷം വെസ്റ്റ് വരുന്നു. അവിടെ യൂണിവേഴ്സിറ്റികൾ കാംബ്രിഡ്ജ്, ഓക്സ്ഫോർഡ് പോലത്തെ യൂണിവേഴ്സിറ്റികൾ വരുന്നു. ആ ഒരു കാലഘട്ടങ്ങൾ പിന്നെ 1800-കൾ 700-കൾ 900-കൾ കാലഘട്ടങ്ങളിലാണ് ഇസ്ലാമിക് എഡ്യൂക്കേഷൻ വേറെ, സെക്യുലർ എഡ്യൂക്കേഷൻ വേറെ എന്നുള്ള നിലക്ക് നമ്മളെ മുസ്ലിം സ്കോളേഴ്സ് കാണുന്നത്. അതുവരെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കറീം യൂണിവേഴ്സിറ്റി, അൽ അസർ യൂണിവേഴ്സിറ്റി, അവിടെയൊക്കെ നിങ്ങൾക്ക് അവിടുത്തെ അലുമിനികളെ നോക്കിയാൽ മനസ്സിലാവും. ചില ആൾക്കാർ ഫിലോസഫർമാരുണ്ടാവും, നമ്മളെ ഈ ജൂയിഷ് ഫിലോസഫറിനെ പോലത്തെ, അതില്ലെങ്കിൽ ഇബ്നു ഖൽദൂനെ പോലത്തെ സോഷ്യോളജിസ്റ്റുകൾ വന്നിട്ടുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ ഇബ്നു അറബിയെ പോലത്തെ സൂഫി ഫിലോസഫർമാർ വന്നിട്ടുണ്ട്. പിന്നെ ബന്നാനിയെ പോലത്തെ ഇമാം അൽ ബന്നാനിയെ പോലത്തെ മാലിക്കി ഫിക്കിൽ അഗ്രഗണ്യരായ ആൾക്കാർ വന്നിട്ടുണ്ട്. പിന്നെ ഇദ്രീസിനെ പോലത്തെ എന്താ പറയാ വേൾഡ് മാപ്പ് കലക്കി കുടിച്ച ഈ എന്താ പറയാ സഞ്ചാരികൾ വന്നിട്ടുണ്ട്. അങ്ങനെ പല മേഖലയിൽ നിന്നുള്ള ആൾക്കാർ കറവി യൂണിവേഴ്സിറ്റിന്റെ അലുമിനികളാണ്. ഓക്കെ, പക്ഷെ കുറെ കാലങ്ങൾക്ക് ശേഷം ഇസ്ലാമിക് നമ്മളെ ഇതിൽ തന്നെ ഇങ്ങനെ കമ്പാർട്ട്മെന്റലൈസേഷൻ വന്നു. നിങ്ങൾ സലാഹുദ്ദീൻ ഉസ്താദിന്റെ ഒക്കെ സംസാരങ്ങളൊക്കെ കേൾക്കാറെന്ന് വിചാരിക്കുന്നു. കമ്പാർട്ട്മെന്റലൈസേഷൻ വന്നു. ഇസ്ലാമിക് എഡ്യൂക്കേഷൻ വേറെ, സെക്യുലർ എഡ്യൂക്കേഷൻ വേറെ എന്നുള്ള നിലക്ക് വന്നു. ഖുർആൻ ഹദീസ് വേറെ, ഗണിതം വേറെ, ഫിലോസഫി വേറെ, സോഷ്യോളജി വേറെ, അങ്ങനെ നിലക്ക് കമ്പാർട്ട്മെന്റലൈസേഷൻ വന്നു. അങ്ങനെ അതോടുകൂടി നമ്മളെ ഒരു തകർച്ചയുടെ തുടക്കം അങ്ങനെയാണെന്ന് നമുക്ക് വിശ്വസിക്കാം. കാരണം നമ്മളെ പണ്ടത്തെ മലബാറിലുള്ള ദർസുകൾ നമുക്കറിയാലോ, മഖ്ദൂമി ദർസുകൾ, അവിടെയൊക്കെ മഖ്ദൂമി ദർസുകൾ, പൊന്നാനി, നമ്മളെ ഇപ്പൊ താനൂര്, അവിടെയൊക്കെ ഈ ഗോളശാസ്ത്രത്തിന്റെ പല പണ്ഡിതന്മാരും അവിടെ വന്ന് പഠിപ്പിച്ചിട്ടുണ്ട്, അവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട്. പണ്ടത്തെ ദർസ് സമ്പ്രദായത്തിലൊക്കെ ഈ ഗോളശാസ്ത്രം പഠിച്ച ആൾക്കാർ, ഗണിത ശാസ്ത്രജ്ഞന്മാര്, ഫിലോസഫർമാര്, സോഷ്യോളജിസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ട് നമ്മളെ ദർസ് സമ്പ്രദായങ്ങളിൽ. പക്ഷെ ഈ 1800, 900 ഈ സലഫി മൂവ്മെന്റ്, വഹാബി മൂവ്മെന്റ് അവരൊക്കെ ഒരുമാതിരി എന്താ പറയാ ഈ ഒരു ആവശ്യമില്ലാത്ത കുറെ ഈ എന്താ പറയാ ഈ വിവാദങ്ങളും ഇതൊക്കെ ഉണ്ടാക്കി അങ്ങോട്ട് വേണ്ട പ്രശ്നങ്ങളാക്കി ഇങ്ങോട്ട് പ്രശ്നങ്ങളാക്കി നമ്മൾ തന്നെ നമ്മളെ എന്താ പറയാ ദർസുകളിൽ ഒന്നും പഠിപ്പിക്കില്ല, ഖുറാനും ഹദീസും മാത്രം പഠിപ്പിച്ച് പിന്നെ ബാക്കി സയൻസ് സെക്കുലർ വിഷയങ്ങൾ നമ്മൾ പഠിപ്പിക്കേണ്ടതില്ല, അതൊക്കെ എന്താ പറയാ അതൊക്കെ പഠിച്ച കാഫിറാവും, അങ്ങനത്തെ ഓരോ വാദങ്ങളൊക്കെ വന്ന് അതിനെ നമ്മൾ എന്ത് ചെയ്ത് കമ്പാർട്ട്മെന്റലൈസേഷൻ ചെയ്തു. അങ്ങനെ നമ്മളെ പണ്ടത്തെ നമ്മളെ ഈ എന്താ പറയാ മുസ്ലിങ്ങൾ, ആഗോള മുസ്ലിംസിന്റെ ഈ ഒരു റിച്ച് ഹെറിറ്റേജ് അല്ലെങ്കിൽ ഹിസ്റ്ററി നമുക്ക് ഇങ്ങനെ നഷ്ടപ്പെടാൻ തുടങ്ങി. പിന്നെയാണ് ഈ നമ്മളെ ഈ അറബിക് കോളേജുകളുടെ വരവോട് കൂടിയാണ് പിന്നെ ഇതൊക്കെ ഒന്നുകൂടെ പുഷ്ടിപ്പെടുന്നത്. നമുക്കറിയാലോ ദർസുകളിലെ
ഇപ്പോഴാണ് നമ്മളെ ദർസുകൾ എന്ന് പറഞ്ഞാൽ ശോഷിച്ച അവസ്ഥയാണല്ലോ. നിങ്ങളൊക്കെ പള്ളികളിലൊക്കെ പോകുമ്പോൾ ഇപ്പോഴത്തെ ദർസ് സിസ്റ്റം ഒക്കെ കണ്ടിട്ടുണ്ടാവും. ഇപ്പൊ കുറച്ചിങ്ങനെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഹുദവിമാരും അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഫൈസിമാരൊക്കെ ഖത്തീബുമാരായി വന്നതിന്റെ ശേഷം അവർക്ക് ഇങ്ങനെ സ്കൂൾ വിഷയങ്ങളൊക്കെ പഠിപ്പിച്ച് എന്താ പറയാ ഒരു ഇങ്ങനെ ഇപ്പോഴത്തെ സൊസൈറ്റിനോട് ഇങ്ങനെ സമരസപ്പെടാൻ വേണ്ടി പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ കുറച്ചു കാലം ദർസ് ഇങ്ങനെ എന്താ പറയാ ഇങ്ങനെ അതിന്റെ ശോഭൊക്കെ മങ്ങി. വിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞ ദർസ് എന്ന് പറഞ്ഞാൽ അതൊരു പ്രാകൃതരാണ്. അവിടുത്തെ ഉസ്താദുമാർ പറഞ്ഞാല് ഇങ്ങനത്തെ എന്താ പറയാ ഈ കുട്ടികളെ അടിച്ച് പഠിപ്പിക്കുന്ന ഉസ്താദന്മാരാണ്. അങ്ങനെ ഒരു മദ്രസ എന്ന് പറഞ്ഞാല് 6-ാം നൂറ്റാണ്ട് കാര്യങ്ങൾ പഠിപ്പിക്കുന്ന സാധനങ്ങളാണ്. അതൊക്കെ ഇപ്പോഴത്തെ സൊസൈറ്റിന്റെ ഉള്ളിൽ ഇങ്ങനെ ഇൻജക്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ ഈ അറബിക് എന്താ പറയുക കോളേജുകൾ വരുന്നത്. ദാറുൽ വരുന്നു, വാഫി സിസ്റ്റം വരുന്നു, അതുപോലെ തന്നെ നമ്മളെ നന്ദി സിസ്റ്റം വരുന്നു, ഫൈസി സിസ്റ്റം വരുന്നു, ഈ അപ്യൂബാദിൻ നൂറാനികൾ വരുന്നു, സഖാഫികൾ വരുന്നു. അവരെന്നൊക്കെ പറഞ്ഞാല് നമ്മളെ ഇസ്ലാമിക് വിഷയങ്ങളൊന്നും അറിയാം, നമുക്ക് ഇസ്ലാമിക് വിഷയങ്ങൾ നമുക്ക് കൈകാര്യം ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ ഇതുപോലത്തെ സോഷ്യോളജി ആണെന്നുണ്ടെങ്കിലും ആന്ത്രപ്പോളജി ആണെന്നുണ്ടെങ്കിലും സയൻസ് ആണെന്നുണ്ടെങ്കിലും ഒക്കെ അത് നമുക്ക് കൈകാര്യം ചെയ്യാൻ കഴിയും. ഇപ്പോഴും ഒരു വിടവ് ഉണ്ടാവും, പക്ഷെ ചെറുതല്ലാത്ത രീതിയിൽ നമ്മൾ ആ വിടവ് നികത്തിയിട്ടുണ്ടെന്ന് നമുക്ക് പറയാൻ കഴിയും. അപ്പോൾ പണ്ടത്തെ നമുക്കറിയാലോ, പണ്ടത്തെ കുറെ ഉലമാക്കൾ എന്ന് പറയുമ്പോൾ ഇബ്നു ഹജർ അൽ അസ്കലാനി, മൂപ്പരാരാ? മുഹദ്ദിസാണ്, ഫക്കീഹാണ്. അതേസമയം എന്താ പറയാ ഭയങ്കര ഹിസ്റ്റോറിയനാണ്. കൈറോ ഈജിപ്തിൽ ഉണ്ടായിരുന്ന പ്ലാഗ്, 1400 ഉണ്ടായിരുന്ന പ്ലാഗിനെ കുറിച്ച് പഠിച്ച ഒരു എന്താ പറയാ ഒരു പ്ലാഗ് എന്ന് പറഞ്ഞ രീതിയിലുള്ള ബ്ലാക്ക് ഡെത്തിനെ കുറിച്ച് പഠിച്ച ഒരു ഫിലോസഫറാണ്. എന്താ പറയാ അതിനെന്താ ഒരു തിയോളജിസ്റ്റ് ആണ്. അങ്ങനെ ഇബ്നു ഹജർ അസ്കലാനി എന്ന് പറഞ്ഞ പലതുമാണ്. അങ്ങനെ നമ്മൾ ഇസ്ലാമിലുള്ള പല ഉലമാക്കൾ എടുത്തു നോക്കിയാലും അവര് പലതും ആയിരിക്കും. ഫക്കീഹ് ആയിരിക്കും, മുഹദ്ദിസ് ആയിരിക്കും, തഫ്സീർ എഴുതിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ അവർക്ക് ഗോളശാസ്ത്രത്തിൽ പലതും അറിയാം. അങ്ങനെ ഒരു എന്താ പറയാ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അങ്ങനെ രോമം എഴുന്നേറ്റ് നിൽക്കുന്ന കോലത്തിലുള്ള പല ഉലമാക്കളും നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടായി പോയിട്ടുണ്ട്. പക്ഷെ കാലങ്ങൾക്ക് ശേഷം നേരത്തെ പറഞ്ഞ വെസ്റ്റ് വരുന്നു, കമ്പാർട്ട്മെന്റലൈസേഷൻ വരുന്നു, ഇവര് എന്താ പറയാ നമ്മളെ പല എന്താ പറയാ നോളജുകളും അവരെടുക്കുന്നു. അങ്ങനെ ഈ ഒരു പ്രശ്നങ്ങൾ വരുന്നു. ആ ഒരു സമയത്താണ് 90-കളില് 2000-കളില് ദാറുൽ പോലത്തെ സിസ്റ്റങ്ങളൊക്കെ വരുന്നത്. അപ്പൊ നമുക്ക് വലിയൊരു ദൗത്യം നമുക്ക് മുന്നിലുണ്ട്. അത് നിങ്ങളൊക്കെ തിരിച്ചറിഞ്ഞ് ഞാനും നിങ്ങളും ആ ഒരു ദൗത്യം തിരിച്ചറിഞ്ഞ് അതിനു വേണ്ടി പ്രവർത്തിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമ്മൾ കറവി യൂണിവേഴ്സിറ്റിന്റെ ഇത് പറഞ്ഞല്ലോ. പിന്നെ രണ്ടാമതായിട്ട് അപ്പൊ ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായല്ലോ അല്ലെ? ഇസ്ലാം, മൊറോക്കോ ആഫ്രിക്കൻ കൺട്രിയാണ്. അവിടെ ഇസ്ലാമിലെ പ്രധാനപ്പെട്ട പല ഇൻസ്റ്റിറ്റ്യൂഷനുകളും ആദ്യകാല ഇൻസ്റ്റിറ്റ്യൂഷനുകളും വളരുന്നത് ആഫ്രിക്കൻ കൺട്രീസിലാണ്. സൈത്തൂന ജാമിയ തുനീഷ്യ, അൽ അസർ ജാമിയത്തുൽ അൽ അസർ കൈറോ ഈജിപ്ത്, കറവീൻ യൂണിവേഴ്സിറ്റി മൊറോക്കോ, മൂന്നും നോർത്ത് ആഫ്രിക്കൻ കൺട്രീസ് ആണ്. അപ്പോൾ ഇസ്ലാമിലെ പ്രധാനപ്പെട്ട പല ഈവൻ ലോകത്തെ തന്നെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികൾ അതിന്റെ ആദ്യമ രൂപം ഇസ്ലാമിക് ആഫ്രിക്കയിലാണ്, ആഫ്രിക്കൻ ഇസ്ലാമിലാണ്, നമുക്ക് അങ്ങനെ പറയാം. പിന്നെ രണ്ടാമതായിട്ട് ഞാൻ സംസാരിക്കണം എന്ന് വിചാരിച്ചിരുന്ന ഒരു കാര്യം ഈ ആഫ്രിക്കൻ ഇസ്ലാമിനെ കുറിച്ചാണ്. നമുക്കറിയാം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചൊരു കാര്യമായിരുന്നു. സമയമായിട്ടുണ്ടാ താഹിർ? ഇനി എത്ര സമയമുണ്ട് ബാക്കി? 15 മിനിറ്റ് കൂടെ ഉണ്ടാവും. ഓക്കെ, 15 മിനിറ്റ് അല്ലേ? അപ്പോ നമുക്കറിയാം, നമ്മൾ ഇസ്ലാമിനെ കുറിച്ച് ചർച്ച ചെയ്യപ്പെടുമ്പോൾ അതല്ലെങ്കിൽ ഹദീസ്, ഖുർആന്, തഫ്സീറുകളെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ നേരെ എന്താ പറയാ ഈ അറബ് ഇസ്ലാമിലേക്കാണ് നമ്മൾ പോവുക. ശരിക്കും നിങ്ങൾ ഇപ്പോഴത്തെ ഇൻസ്റ്റയിലൊക്കെ കളിക്കണ ഒരു നമ്മളെ ഷെയ്ഖ് ഹംസ യൂസഫിന്റെ ഒരു പ്രസംഗമുണ്ട്, ഇസ്ലാം ഇസ് നോട്ട് എൻ അറബ് റിലീജിയൻ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രസംഗം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വിശ്വസിക്കുന്നു. ഹംസ യൂസഫിന്റെ ഒരു പ്രസംഗം ഇങ്ങനെ BGM ഒക്കെ ഇട്ട് ഇങ്ങനെ റീൽസിലൊക്കെ ഓടുന്ന സാധനമാണ്. അതായത് ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഒരു അറബിക് റിലീജിയൻ അല്ല. നബി ഭൂജാതനാകുന്നത് അറബിയയിലാണ്, ഓക്കെ. പക്ഷെ അതിനുശേഷം ഇസ്ലാം വളരുന്നത് അറേബ്യയിൽ മാത്രമല്ല. നബിയുടെ കാലത്ത് തന്നെ ഇസ്ലാം പല സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ എത്തിയിട്ടുണ്ട്, ഏഷ്യൻ ഭൂഖണ്ഡത്തിൽ എത്തിയിട്ടുണ്ട്, പല സ്ഥലത്തും ഇസ്ലാം എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇസ്ലാം എന്ന് പറയുമ്പോൾ അത് ഒരു അറബ് ഇസ്ലാമാണെന്നുള്ള രീതിയിൽ ഇപ്പോഴത്തെ നമ്മൾ അങ്ങനെ വിശ്വസിക്കുന്നുണ്ടാവില്ല. പക്ഷെ നമ്മള് എന്താ പറയുക, നമ്മളിപ്പോൾ കിതാബുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും
കുറെ കസ്റ്റംസ്, റിച്വൽസ്, കൾച്ചറുകളൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മൾ അറബിലേക്ക് പോകും, അറബ് കൺട്രീസിലേക്ക് പോകും. പക്ഷെ നിങ്ങൾ എന്താ പറയാ ഈ ജിയോഗ്രഫി നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന സാധനം എന്താ വെച്ചാൽ ഇസ്ലാം ഇപ്പോ ശക്തിയായിട്ട് നിൽക്കുന്ന ഒരു സ്ഥലം എന്ന് പറഞ്ഞത് ആഫ്രിക്ക പോലത്തെ രാജ്യങ്ങളിലാണ്, ആഫ്രിക്കൻ കോണ്ടിനൻസിലാണ്. അതായത് ലോകത്തെ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ള രാജ്യം ഏതാ? ഏത്? ഇന്തോനേഷ്യ. ഇന്തോനേഷ്യ മിഡിൽ ഈസ്റ്റിലല്ലല്ലോ അല്ലെ, ഏഷ്യയിലാണ്. അതുപോലെ തന്നെ ഞാൻ നിങ്ങൾക്ക് ഈ ഒരു സ്ലൈഡ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇസ്ലാം ഞാൻ ഈ ബോൾഡ് ചെയ്ത ഇത് നിങ്ങൾക്ക് വായിക്കാൻ കഴിയുന്നുണ്ടോ? ബോൾഡ് ചെയ്ത കുറച്ച് കൺട്രീസ് നിങ്ങൾക്ക് കാണുന്നുണ്ടോ താഹിർ? ഓക്കെ, ഓക്കെ. ബോൾഡ് ചെയ്ത കുറച്ച് രാജ്യങ്ങൾ: അൾജീരിയ, ഈജിപ്ത്, ലിബിയ, മൊറോക്കോ, സുഡാൻ, തുനീഷ്യ, നോർത്ത് ആഫ്രിക്ക ഭാഗങ്ങളിലുള്ള ഈ കൺട്രീസ്. അതുപോലെ തന്നെ ഈസ്റ്റ് ആഫ്രിക്കയിലുള്ള ജിബൂട്ടി, മൗറിഷ്യസ്, മൊസാംബിക്കോ, സൊമാലിയ, ടാൻസാനിയ, ഉഗാണ്ട, അങ്ങനത്തെ കുറച്ച് രാജ്യങ്ങൾ. പിന്നെ വെസ്റ്റ് ആഫ്രിക്കയിലുള്ള ബൊർക്കിന ഫാസോ, മൗറിട്ടാനിയ, നൈജീരിയ, സെനഗൽ പോലത്തെ രാജ്യങ്ങൾ. നിങ്ങൾ ഈ രാജ്യങ്ങളെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. ബുർക്കിന ഫാസോ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ല, ഇപ്പൊ ഇങ്ങനെ കത്തി നിൽക്കുന്ന ഒരു രാജ്യമാണ് ബുർക്കിന ഫാസോ. നിങ്ങൾ ഇബ്രാഹിം ട്രോഡ എന്ന് പറഞ്ഞ ഒരാളെ പ്രസംഗമൊക്കെ കേട്ടിട്ടുണ്ടോ? ബുർക്കിന ഫാസോയിലെ പുതിയ പ്രസിഡന്റ് ഇതുവരെ. ഓക്കെ, നമ്മള് അപ്പോ ഞാൻ പറഞ്ഞു വന്നത് ഇസ്ലാം 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 ആഫ്രിക്കയുടെ നിങ്ങൾ അടിയിലുള്ള ടെക്സ്റ്റ് ഒന്ന് വായിച്ചു നോക്കി. ഓക്കെ, ആഫ്രിക്കയുടെ 40% പോപ്പുലേഷനും മുസ്ലിംസ് ആണ്. അതായത് കൂടുതലായിട്ടും ഉള്ളത് നോർത്ത് ആഫ്രിക്കയിലും അതുപോലെ തന്നെ വെസ്റ്റ് ആഫ്രിക്കയിലുമാണ്. അതായത് ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ അധിവസിക്കുന്ന കോണ്ടിനെന്റ് ഭൂഖണ്ഡം അത് ആഫ്രിക്കൻ ഭൂഖണ്ഡമാണ്. ഓക്കെ, അതുപോലെ തന്നെ ഈ പ്യൂ റിസർച്ച് എന്ന് പറഞ്ഞ ഒരു ടീമിനെ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. യൂറോപ്പിലുള്ള ഒരു റിസർച്ച് ടീമാണ്. അവരിപ്പോ അടുത്ത് ഒരു റിസർച്ച് പുറത്തുവിട്ടിരുന്നു. അതായത് ലോകത്തെ 1.6 ബില്യൺ മുസ്ലിംസിന്റെ ടോട്ടൽ മുസ്ലിംസ് 1.6, അതിന്റെ 27% ആൾക്കാർ ജീവിക്കുന്നത് ആഫ്രിക്കയിലാണ്. അതായത് അറേബ്യയിലുള്ള 60 മില്യൺ മുസ്ലിംസിനെക്കാട്ടി അറേബ്യൻ കോണ്ടിനെന്റ്, അതായത് നമ്മളെ അറബ് വേൾഡുകൾ ഉണ്ടല്ലോ, സൗദി അറേബ്യ അങ്ങനത്തെ കുറെ രാജ്യങ്ങളിലുള്ള മുസ്ലിംസ് എന്ന് പറഞ്ഞാൽ മൊത്തം 60 മില്യൺ ആണ്. പക്ഷേ ആഫ്രിക്കൻ കൺട്രി ആയ നൈജീരിയയിൽ മാത്രം 75 മില്യൺ മുസ്ലിംസ് അധിവസിക്കുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഒരു ആഫ്രിക്കൻ ഇസ്ലാമിന്റെ പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അതായത് ഇസ്ലാം എന്ന് പറയുമ്പോൾ അത് അറേബ്യ ഇസ്ലാം മാത്രമല്ല, അത് ആഫ്രിക്കൻ ഇസ്ലാമും അറബ് ഇസ്ലാമും ഏഷ്യൻ ഇസ്ലാമും യൂറോപ്യൻ ഇസ്ലാമും ഒക്കെ കൂടിയിട്ടുള്ള പലരും കൂടിയിട്ടുള്ള ഒരു 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 കോസ്മോപൊളിറ്റൻ റിലീജിയൻ ആണ് നമ്മളെ ഇസ്ലാം എന്ന് പറയുന്നത്. ഓക്കെ, ആ കാര്യം നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുമ്പോൾ വെറും അറബ് കൺട്രീസിനെ കുറിച്ചോ അതല്ലെങ്കിൽ അറേബ്യയിൽ നിന്ന് വന്ന കിതാബുകളോ സ്കോളേഴ്സുകളോ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാതെ ആഫ്രിക്കൻ കൺട്രീസിനെയും കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കണം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇസ്ലാമിലെ പല പ്രഥമ യൂണിവേഴ്സിറ്റി ജാമ്യകളും അതിന്റെ ഒക്കെ ഒരു പൂർവ്വകാലം എന്ന് പറയുന്നത് ആഫ്രിക്കയിലാണ്. ആഫ്രിക്കൻ മുസ്ലിംസ് എന്ന് പറഞ്ഞാൽ അറേബ്യൻ മുസ്ലിംസിനെ കാട്ടി എത്രയോ 10 മടങ്ങ് മുസ്ലിംസ് അധിവസിക്കുന്ന ഒരു സ്ഥലമാണ് ആഫ്രിക്ക. അപ്പൊ ആഫ്രിക്ക എന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സിൽ ഒരു കറുത്തിലുണ്ട ഒരു 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 നെഗറ്റീവ് ഷെയ്ഡുള്ള ഈ ISIS-ഉം മറ്റേ ഇടക്കിടക്ക് അട്ടിമറികളൊക്കെ ഉണ്ടാകുന്ന, തീവ്രവാദങ്ങൾ ഉണ്ടാകുന്ന, ഭയങ്കര ചൂടുള്ള, കറുത്തിരുണ്ട, വെള്ളം കിട്ടാത്ത ഒരു 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 ഇമേജ് മാത്രമായിരിക്കും നമുക്ക് ഉണ്ടാകുക. അല്ലേ നമുക്ക് നമ്മൾ എല്ലായിടത്തും കണ്ട് ശീലിച്ച ഫിലിമുകളിലും പുസ്തകങ്ങളിലൊക്കെ വായിച്ച് ശീലിച്ച ആഫ്രിക്ക എന്ന് പറഞ്ഞാൽ ഒരു ഉണങ്ങി കിടക്കുന്ന, നനവില്ലാത്ത ഒരു കോണ്ടിനെന്റ് ആയിട്ടായിരിക്കും. പക്ഷെ നമ്മുടെ ഇസ്ലാമിന്റെ ഹെറിറ്റേജും ഹിസ്റ്ററിയും ഒക്കെ ഉറങ്ങിക്കിടക്കുന്ന ഭയങ്കര നമുക്ക് നമ്മുടെ ഹിസ്റ്ററി, ഇസ്ലാമിന്റെ ഹിസ്റ്ററി
ഇങ്ങനെ പുഷ്ടിക്കുന്നത് അത് ആഫ്രിക്കയിൽ നിന്നാണെന്ന് പറഞ്ഞാൽ അതിൽ തെറ്റൊന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ കുറേ കൺട്രീസ് ഉണ്ടല്ലോ, മാലി, നൈജീരിയ, പിന്നെ സുഡാൻ, ലിബിയ, അൾജീരിയ, മൊറോക്കോ അങ്ങനത്തെ ധാരാളം കൺട്രികളോട് കൂടി ഇസ്ലാം ഇങ്ങനെ പുഷ്ടിപ്പെടുകയായിരുന്നു. അങ്ങനെ ഇതുവഴിയാണ് യൂറോപ്പിലേക്ക് മൊറോക്കോ എന്താ പറയുക ഇസ്ലാം എത്തുന്നത് അല്ലെ. നമ്മൾ സ്പെയിൻ ഇസ്ലാമിക് സ്പെയിനും അന്തലൂഷ്യൻ ഹിസ്റ്ററി ഒക്കെ പഠിച്ച നിങ്ങളൊക്കെ ആരെങ്കിലൊക്കെ അതിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടാവും വിചാരിക്കുന്നു. അന്തലൂഷ്യൻ ഹിസ്റ്ററി, ലോസ്റ്റ് ഹിസ്റ്ററി എന്ന് പറഞ്ഞ പുസ്തകം വായിച്ചിട്ടുണ്ടോ നിങ്ങളെങ്കിലും? ആ, ഓക്കെ. അപ്പോ അതൊക്കെ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ ഇസ്ലാമിന്റെ താരിഖുൻ ളുആഇ എന്ന് പറഞ്ഞ നമ്മളെ അതിന്റെ ഓദർ പേര് ഞാൻ മറന്നു. അപ്പോ ആഫ്രിക്കൻ അറബിലൂടെ മാത്രമല്ല ആഫ്രിക്കയിലൂടെയും ഏഷ്യയിലൂടെയും അങ്ങനെ പല കോണ്ടിനെന്റിലൂടെ കൂടിയാണ് ഇസ്ലാം ഇങ്ങനെ വളർന്നു വരുന്നത്. അതിങ്ങനെ പുഷ്ടിപ്പെടുന്നതും ആ കൺട്രികളിലൂടെയാണ്. ഇപ്പൊ അറബിലുള്ള ഇസ്ലാമിന്റെ അറബിൽ എന്ന് പറഞ്ഞ മുസ്ലിം കൺട്രീസിൽ അധികം സലഫികൾ വന്നു, വഹാബികൾ വന്നു, ഇസ്ലാമിന്റെ ഒരു നനവൊക്കെ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ അപ്പോഴും ഏഷ്യൻ കൺട്രീസായ ഇന്ത്യയിലും നമ്മളെ ഇന്തോനേഷ്യയിലൊക്കെ മുസ്ലിങ്ങൾ അങ്ങനെ പൂർവാധിക ശക്തിയോടെ വരുന്നു. നമ്മളെ നാടുകളിലും മൗലിദുകളും മാലപ്പാട്ടുകളും മാപ്പിളപ്പാട്ടുകളും ഒക്കെ അറബി മലയാളമൊക്കെ ഉണ്ടാകുന്നു. അതുപോലെ തന്നെ ഇന്തോനേഷ്യയിൽ അവരുടെ രീതിയിൽ അവരുടെ കൾച്ചറുകളും റിച്വൽസ് ഒക്കെ വരുന്നു. അങ്ങനെ ആഫ്രിക്കയിൽ അവരുടേതായിട്ട് രീതിയിൽ ഇസ്ലാം വളരുന്നു. ഒരു എന്താ പറയാ, ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഏതൊരു ഭാഗത്തേക്ക് പോകുമ്പോഴും ആ ഭാഗത്തിനോട് ബ്ലെൻഡ് ചെയ്തിട്ട് എന്താ പറയാ ഒരു ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു റിലീജിയൻ ആയതുകൊണ്ട് തന്നെ ഇസ്ലാം എല്ലായിടത്തും നിലനിന്നു. അല്ലെങ്കിൽ ഉദാഹരണമായിട്ട് എന്താ പറയാ, അങ്ങനെയുള്ള വെള്ളം ഒരു സാധനത്തേക്ക് ഒഴിച്ചാൽ ആ വെള്ളം ആ ആകൃതിയിൽ നിൽക്കും. അതുപോലെ തന്നെ ഇസ്ലാം അറേബ്യയിൽ നിന്ന് ഉത്ഭവിച്ച് ആഫ്രിക്കയിലേക്ക് വന്നപ്പോൾ ഇസ്ലാം പ്ലസ് ആഫ്രിക്കയിൽ അന്ന് നിലനിന്നിരുന്ന അവരുടെ ആചാരങ്ങളൊക്കെ ബ്ലെൻഡ് ചെയ്തിട്ടുള്ള ഒരു മോഡലാണ് ആഫ്രിക്കൻ ഇസ്ലാം എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ ഇന്ത്യയിലേക്ക് ഇസ്ലാം എത്തിയപ്പോൾ ഇസ്ലാം പ്ലസ് അറേബ്യൻ ഇസ്ലാം പ്ലസ് നമ്മളെ എന്താ പറയാ ഈ നമ്മളെ കൾച്ചറുകളും റിച്വൽസ് ഒക്കെ ഉള്ള മലബാറിന്റെ റിച്വൽസ് ഒക്കെ പ്ലസ് ചെയ്തിട്ടാണ് അവിടെ ഇസ്ലാം വളരുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ ഇസ്ലാം ഒരു എന്താ പറയാ ഒരു ഏകശിലാത്മകമായിട്ടുള്ള ഒരു രൂപമായിട്ട് ഇങ്ങനെ നിലനിൽക്കൊണ്ടാല് ഒരു പക്ഷേ ഇസ്ലാമിന് നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലൊന്നും ആ ഒരു പച്ചപ്പ് കിട്ടുമായിരുന്നില്ല. പക്ഷെ അത് ഇവിടെ വന്നിട്ട് ബ്ലെൻഡ് ചെയ്തു. നമ്മളെ ആർക്കിടെക്ചറുകളൊക്കെ ഹിന്ദു ആർക്കിടെക്ചറുകളും പണ്ടത്തെ ആശാര്യമാരൊക്കെ വന്നിട്ട് നമ്മളെ സഹായിച്ചു. നമ്മളെ പള്ളികൾ ഹിന്ദു ആർക്കിടെക്ചർ പ്ലസ് ഇസ്ലാമിക് ആർക്കിടെക്ചർ. നമ്മളെ മുഗൾസ് ഒക്കെ ഇവിടെ ഇന്ത്യയിലൊക്കെ വന്നിട്ട് എന്താ പറയാ ഇസ്ലാമിക് ആർക്കിടെക്ചർ പ്ലസ് ഇന്ത്യയിലുള്ള ആശാര്യമാരുടെയും അവരുടെ ആർക്കിടെക്ചർ. അങ്ങനെ അതുകൊണ്ട് ഇപ്പൊ ഡൽഹിയിൽ പോയാൽ നമുക്ക് കാണാനുള്ള സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ അന്ന് മുഗൾസ് ഉണ്ടാക്കിയ കാര്യങ്ങളാണ്. അപ്പോൾ ഇസ്ലാം അറബിൽ നിന്ന് മാറി ആഫ്രിക്കയിലും ഏഷ്യയിലൊക്കെ പുഷ്ടിപ്പെടുന്നു. അവിടെ ഇസ്ലാമിക് നോളജ് സമ്പ്രദായങ്ങൾ പല രീതിയിൽ കൈമാറ്റം ചെയ്യപ്പെടുന്നു. കുറെ പണ്ഡിതന്മാരുണ്ടാകുന്നു. ജസൂൽ ഇമാമിനെ പോലത്തെ, അതുപോലെ കറവി യൂണിവേഴ്സിറ്റിന്റെ അലുമിനികളായിട്ടുള്ള ഇബ്നു ഖൽദൂനെ പോലത്തെ, താസിനെ പോലത്തെ, ഇദ്രീസിനെ പോലത്തെ ധാരാളം പണ്ഡിതന്മാരെ വരുന്നു. അപ്പോൾ ഇസ്ലാം എന്ന് പറഞ്ഞാൽ അത് വെറും അറബ് ഇസ്ലാം അല്ല. ഇസ്ലാം ആഫ്രിക്കൻ ഇസ്ലാമും അതുപോലെ തന്നെ എല്ലാം കൂടിയതാണ് ഇസ്ലാമിന്റെ ഒരു രൂപം എന്നുള്ളത് പറയാനാണ് വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു കണ്ടന്റ് പറയുന്നത്. പിന്നെ ഈ ഒരു പുസ്തകം നിങ്ങൾ ഒരു ഹദീസ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി അതല്ലെങ്കിൽ ഇസ്ലാമിക് സ്കോളർ എന്നുള്ള നിലക്ക് വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ് ഈ ഒരു പുസ്തകം. ആഫ്രിക്കൻ ഇസ്ലാമിനെ കുറിച്ച് മുസ്ലിങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോൾ നിർബന്ധമായിട്ടും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ് ഈ പുസ്തകം. ഈ പുസ്തകം വായിച്ചവരുണ്ടോ? വാക്കിംഗ് ഖുർആൻ. ഓക്കെ. അപ്പോ നിങ്ങൾക്ക് ടോക്ക് ചടച്ചെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നിർത്തട്ടോ. കഴിഞ്ഞു ലാസ്റ്റ് 2 സ്ലൈഡ്. ആഫ്രിക്കൻ ഇസ്ലാം. അപ്പൊ ഈ ഒരു പുസ്തകം നിങ്ങൾ എന്താ പറയാ ഈ നമ്മളെ ഇസ്ലാമിക് സ്റ്റഡീസ്, ആന്ത്രപ്പോളജി, സോഷ്യോളജി അതിനെ കുറിച്ചൊക്കെ താല്പര്യമുള്ള വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ ഈ ഒരു പുസ്തകം വായിക്കണം. ഇതിന്റെ ഒരു എന്താ പറയാ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ഈ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ആഫ്രിക്കൻ കൺട്രീസിന്റെ അപ്പൊ നമ്മൾ ഈ മൊറോക്കോയിൽ വന്ന് ഞങ്ങളിപ്പോ മൊറോക്കോയിൽ 6-7 മാസമായത്. അപ്പൊ ഞങ്ങളിവിടെ കണ്ടൊരു സംഭവം എന്താ വെച്ചാൽ ഇവരൊക്കെ ഖുർആനോട് ഭയങ്കര കണക്ട് ആയിരിക്കും. അതായത് ഇവിടുത്തെ അധികം ആൾക്കാരും ഹാഫിലിങ്ങളായിരിക്കും. ഞങ്ങളൊപ്പം പഠിക്കുന്ന മൊറോക്കോക്കാരെല്ലാവരും ഹാഫിലിങ്ങളാണ്. ആണുങ്ങളും പെണ്ണുങ്ങളും ഭാഗികമായിട്ട് ഹാഫിലിങ്ങളാണ്. ഇവിടുത്തെ ഉസ്താദ്മാരെല്ലാവരും ഹാഫിലിങ്ങളായിരിക്കും. പിന്നെ സാധാരണക്കാർക്കൊക്കെ ഖുർആനോട് ഭയങ്കര താല്ലുക്ക് ഉണ്ടാവും, ഭയങ്കര ബന്ധം ഉണ്ടാവും. ഈവൻ നമ്മൾ കടക്കാരോടൊക്കെ ഉമ്മമാരോടൊക്കെ സംസാരിക്കുമ്പോൾ ഓരോ സംസാരത്തിലൊക്കെ ഖുർആനിക് ആയത്തുകളൊക്കെ വരും.
അതിന് പിന്നിൽ വേറെ കുറെ കാര്യങ്ങളുണ്ട്. ഞാൻ സംസാരം നീണ്ടു പോകുന്നത് പേടിച്ചുകൊണ്ടാണ് ഞാൻ അതൊന്നും പറയാത്തത്. അത് ചെറിയൊരു സൂചന തരാം. മൊറോക്കോയിലും അതുപോലെ തന്നെ ഈ അന്തലൂഷ്യൻ സ്പെയിനിലൊക്കെ നിലനിൽക്കുന്ന ആഫ്രിക്കൻ കൺട്രീസിൽ പാർഷ്യലി നിലനിൽക്കുന്ന ഒരു സമ്പ്രദായമാണ് ഈ കളക്റ്റീവ് റീഡിങ് ഖുർആൻ. ഖിറാഅത്തുൽ ജിത്മാഇയ എന്ന് പറയും. ഖിറാഅ അൽ ജിത്മാഇയ, അതായത് പള്ളിക്കൽ വന്നിട്ട് എല്ലാവരും കൂടി ഒപ്പം ഓതുക, ഉറക്കനെ ഓതുക. നമ്മളിങ്ങനെ ഓരോരുത്തർ സ്വന്തം ഖുർആൻ എടുത്ത് ഓതുന്ന മാതിരിയല്ല, എല്ലാവരും ഒപ്പം ഖുർആൻ ഇങ്ങനെ ഓതുക. ഇമാമ് മുന്നിൽ നിൽക്കും, മൈക്കൊന്നും ഉണ്ടാവില്ല. എല്ലാവരും കൂടെ പൊതുജനങ്ങളും കുട്ടികളും യുവാക്കളൊക്കെ ചേർന്നിട്ട് ഖുർആൻ ഒപ്പം ഓതും. അങ്ങനെ ഓരോ ദിവസവും ഇത്ര ജുസ് കംപ്ലീറ്റ് ചെയ്യും. അങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് അവരിങ്ങനെ ഖുർആനോട് എപ്പോഴും ഭയങ്കര ബന്ധത്തിലായിരിക്കും. അപ്പൊ നമ്മളെ ഖുർആന്റെ ഒരു ഉസ്താദ് പറഞ്ഞ ഒരു കഥ ഉണ്ട്. ഒരാളുണ്ടായിരുന്നു, കണ്ണ് കാണാത്ത ഒരാളാണ്. അപ്പോൾ മൂപ്പർ ഇങ്ങനെ ഈ ഖിറാഅത്തുൽ ജിത്മാഇയ എന്നും പള്ളിയിൽ പോകുന്ന ഒരാളാണ്. ആ പള്ളിയിൽ മൊറോക്കോയിൽ ഏത് പള്ളിയിൽ പോയാലും എപ്പോഴും ഈ ഖിറാഅത്തുൽ ജിത്മാഇയ ഉണ്ടാവും. എല്ലാവരും ഇങ്ങനെ ഉറക്കനെ ഓതുന്ന ഒരു സിസ്റ്റം ഉണ്ടാവും. അങ്ങനെ ഓതി ആ കണ്ണ് കാണാത്ത ഒരാൾ കുറെ വർഷങ്ങൾ എടുത്തിട്ട് ഹാഫിള് ആയുള്ള ഒരു കഥ ഖുർആന്റെ നമ്മൾ ഇങ്ങനെ സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നു. അപ്പം അങ്ങനത്തെ ഒരു ഖുർആനോട് ഭയങ്കര ബന്ധമുള്ള ഒരു സൊസൈറ്റിയാണ് ആഫ്രിക്കൻ സൊസൈറ്റി. എന്താ പറയാ, എസ്പെഷ്യലി മൊറോക്കൻ മുസ്ലിംസ്. അപ്പൊ അതിനെ കുറിച്ചൊക്കെ ഉള്ള പുസ്തകമാണ് വാക്കിംഗ് ഖുർആൻ. അതായത് ഇവിടുത്തെ ഓരോ മനുഷ്യന്മാരും നടക്കുന്ന ഒരു ഖുർആനാണ്. അതാണ് ഇതിന്റെ കൺസെപ്റ്റ്. നമുക്കറിയാലോ, ആയിഷ ബീവിനോട് സ്വഹാബിമാർ ചോദിച്ചല്ലോ നബിയുടെ സ്വഭാവം എന്താണ്, നബിയുടെ ഹുൽക്ക് എന്താണ് ചോദിച്ചപ്പോ നബിയുടെ ഹുൽക്ക് എന്ന് പറഞ്ഞാൽ ഖുർആനാണ്. കാന ഹുൽഖുഹു അൽ ഖുർആൻ, അല്ലെങ്കിൽ കാന ഹയാത്തുഹു അൽ ഖുർആൻ, അങ്ങനത്തെ ഒരു ഹദീസ് ഉണ്ടല്ലോ. അതായത് നബിയുടെ സ്വഭാവം അല്ലെങ്കിൽ നബിയുടെ ജീവിതം എന്ന് പറഞ്ഞ ഖുർആനാണ്. ആ ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ. അപ്പോ ഇവിടുത്തെ ആൾക്കാർക്കും ഖുർആനോട് ഭയങ്കര താല്ലുക്കായിരിക്കും. ഓരുടെ നിത്യജീവിതത്തിലോട് ഖുർആനോട് ഭയങ്കര താല്ലുക്കായിരിക്കും. അപ്പൊ ഇവിടുത്തെ ഓരോ മനുഷ്യന്മാരും ഒരു വാക്കിംഗ് ഖുർആനാണ്, നടക്കുന്ന ഒരു ഖുർആനാണെന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് റുഡോൾഫ് ടി വയർ എന്ന് പറഞ്ഞ ഒരു നൈജീരിയക്കാരനോ അൾജീരിയക്കാരനാണ്. മൂപ്പര് പഠിച്ചതൊക്കെ അമേരിക്കയിലാണ്. ഈ പുസ്തകം പബ്ലിഷ് ചെയ്തത് തോന്നുന്നു കാംബ്രിഡ്ജ് ഓക്സ്ഫോർഡോ, ഇതെല്ലാം പ്രധാനപ്പെട്ട ഒരു പബ്ലിക്കേഷൻ ആണ്. അപ്പൊ അതിനെ കുറിച്ചുള്ള ഒരു പുസ്തകമാണ് ഈ വാക്കിംഗ് ഖുർആൻ. നിങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്നു വിശ്വസിക്കുന്നു. ഓക്കെ, പിന്നെ ഞാൻ മൂന്നാമതായിട്ട് സൂചിപ്പിക്കാൻ ഉദ്ദേശിച്ചത് ഇതുപോലത്തെ കുറച്ച് ഗ്രന്ഥങ്ങൾ, അതല്ലെങ്കിൽ സലാത്ത് മൗലിദ് ഗ്രന്ഥങ്ങൾ, മൊറോക്കോ ആഫ്രിക്കൻ കൺട്രീസിൽ എഴുതപ്പെട്ട സലാത്ത് ഗ്രന്ഥങ്ങൾ. അത് മൊറോക്കൻ കൺട്രീസ് വിട്ട് ആഫ്രിക്കൻ കൺട്രീസ്, ഏഷ്യൻ കൺട്രീസ്, യൂറോപ്യൻ കൺട്രീസ്, ഈവൻ നമ്മുടെ കേരളത്തിൽ പോലും എങ്ങനെ എത്തി, അതായത് അതിനെക്കുറിച്ചുള്ള ഒരു ചിന്ത ഇങ്ങോട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. ഇതും കൂടി പറഞ്ഞിട്ട് നമുക്ക് ഈ സെഷൻ ഇവിടെ നിർത്താം. ദലായിൽ ഖൈറാത്ത് ആണ് അതിൽ പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥം. ദലായിൽ ഖൈറാത്ത് നിങ്ങൾക്കൊക്കെ പരിചയം ഉണ്ടാന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ദലായിൽ ഖൈറാത്ത് ഓതി വരണ്ട? ഓക്കെ, നമ്മള് ഓതിയവരുണ്ടാവും, അതല്ലെങ്കിൽ പരിചയമുള്ളവരുണ്ടാവും ദലായിൽ ഖൈറാത്ത്. നമ്മളെ ഈ വെള്ളിയാഴ്ചകളിൽ നമ്മളെ കഹ്ഫ് സൂറത്ത് ഓതിയിട്ട് ഓക്കെ, തോഹിർ എന്താ? ഓക്കെ, വെള്ളിയാഴ്ചകളിൽ നമ്മൾ കഹ്ഫ് സൂറത്ത് ഓതിയതിനു ശേഷം നമ്മളെ പള്ളികളിലൊക്കെ ഉണ്ടാവല്ലോ ഒരു ഹിസ്ബു യൗമിൽ ജുമാ എന്ന് പറഞ്ഞ ഒരു ചെറിയൊരു ഏട്. ശരിക്കും പറഞ്ഞാൽ അത് ഈ ദലായിൽ ഖൈറാത്തിന്റെ ഒരു ഭാഗമാണ്. അപ്പോ നമ്മൾ കേരളത്തിലെ എല്ലാ അധിക പള്ളികളിലും കഹ്ഫ് സൂറത്ത് പ്ലസ് ഹിസ്ബു യൗമിൽ ജുമാ എന്ന് പറഞ്ഞൊരു ഏട് ഉണ്ടാവും. നിങ്ങൾ കണ്ടിട്ടുണ്ടാവല്ലോ അല്ലെ? എല്ലാ പള്ളികളിലും, നിങ്ങളെ പള്ളികളിലൊക്കെ ഉണ്ടാവുമല്ലോ അല്ലെ? കഹ്ഫ് സൂറത്ത് പ്ലസ് ഹിസ്ബു യൗമിൽ ജുമാ ഇല്ലേ? ആ, ഓക്കെ. അപ്പൊ ഈ ഹിസ്ബു യൗമിൽ ജുമാ എന്ന് പറഞ്ഞാല് അത് ശരിക്കും പറഞ്ഞാൽ ഈ ദലായിൽ ഖൈറാത്തിന്റെ ഒരു ഭാഗമാണ്. അതായത് മൊറോക്കോയിൽ എഴുതപ്പെട്ട മൊറോക്കൻ സൂഫി പണ്ഡിതനായ ഒരു ഇമാം ജസൂൽ ഇമാം രചിച്ച ദലായിൽ ഖൈറാത്ത് ആണ് നമ്മളെ കേരളത്തിലെ ചെറിയ ചെറിയ പള്ളികളിലും സ്രാമ്പികളിലൊക്കെ നമ്മൾ വെള്ളിയാഴ്ചകളിൽ ഓതുന്നത്. അതെങ്ങനെ അവിടെ എത്തി, കേരളത്തിലെത്തി? ആഫ്രിക്കൻ കൺട്രീസ്, നോർത്ത് ആഫ്രിക്കൻ കൺട്രിയായ മൊറോക്കോയിൽ എഴുതപ്പെട്ട ഗ്രന്ഥം പല സ്ഥലത്തും വായിക്കപ്പെടുന്നു, പാരായണം ചെയ്യപ്പെടുന്നു. നമ്മളെ ഏഷ്യയിൽ മാത്രമല്ല, നമ്മളെ യൂറോപ്യൻ കൺട്രീസിലും അതുപോലെ തന്നെ എല്ലാ സ്ഥലത്തും എല്ലാ പള്ളികളിലും ഈ ദലായിൽ ഖൈറാത്ത് വായിക്കപ്പെടുന്നു. ഈ ദലായിൽ ഖൈറാത്തിന്റെ ഒരു എന്താന്ന് ചോദിച്ചാൽ
കാശ്മീരിലൊക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കാശ്മീരിൽ പോയൊരു ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയില്ല, സുബൈക്ക് ശേഷമൊക്കെ മഗ്‌രിബിന് ശേഷമൊക്കെ ദലാൽ ഖൈറാത്ത് അവർ ഇങ്ങനെ കളക്റ്റീവായിട്ട് ഓതുന്നൊരു പതിവുണ്ട്. ഞങ്ങൾ കാശ്മീർ പോയപ്പോൾ അവിടെ സംസാരിച്ച പോലെ പറഞ്ഞതാണത്. അതായത് കാശ്മീരിലേക്ക് ഇസ്ലാം ഇന്ത്യയിലേക്ക് എത്തുന്നത് പ്രധാനമായിട്ട് 3 ഭാഗങ്ങളിലാണുള്ളത്. ഒന്ന് കാശ്മീർ ഭാഗം, രണ്ടാമത് നമ്മളെ ഡക്കാൻ ഗുജറാത്ത് സൂറത്ത് ഭാഗം, പിന്നെ മൂന്നാമത് മലബാർ ഭാഗം. അപ്പൊ ഈ 3 ഭാഗങ്ങളിലും ഈ ദലായിൽ ഖൈറാത്തിന്റെ നമ്മൾ ഈ ഖുർആൻ ഖാനുകൾ, ദലായിൽ ഖാനകൾ, നമ്മള് മഹ്മാൻ ഖാൻ എന്നൊക്കെ പറയല്ല, ഗസ്റ്റ് ഹൗസ്, ഓരോ പള്ളികൾക്ക് ഒരു മഹ്മാൻ ഖാനകൾ ഉണ്ടാവും നോർത്തിലൊക്കെ. അതുപോലെ തന്നെ കാശ്മീരിലെ പല ഭാഗത്തും ദലായിൽ ഖാന, ദലായിൽ ഖൈറാത്ത് പാരായണം ചെയ്യപ്പെടുന്ന ഖാനുകൾ ഉണ്ടായിരുന്നു. ചെറിയ ചെറിയ എന്താ പറയുക ദർസുകളെ പോലെ ഒരു ഖാനുകൾ ഉണ്ടായിരുന്നു. അത് ഞാൻ ഇതിന്റെ പ്രാധാന്യം എന്താ ചോദിച്ചാൽ, നോർത്ത് ആഫ്രിക്കയിൽ രചിക്കപ്പെട്ട ഒരു ഗ്രന്ഥം നമ്മളെ ഇന്ത്യയിലേക്കും കേരളത്തിലേക്കും പല സ്ഥലത്തേക്കും അത് എത്തി. കസാക്കിസ്ഥാൻ, റഷ്യയിലൊക്കെ അതിന്റെ കുറെ മാനുസ്ക്രിപ്റ്റുകൾ ഇപ്പോഴും സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പം അതൊരു വലിയ ചരിത്രമാണ്. 1400 എന്ന് പറഞ്ഞാൽ അന്ന് ഇങ്ങനെ ഈ സമുദ്രത്തിലൂടെ മാത്രം സഞ്ചരിക്കുന്ന ഉലമാക്കള്, നമ്മളെ ഈ സൂഫികള് അങ്ങനെ സമുദ്രത്തിലൂടെ എപ്പോഴും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും യാത്രകൾ ചെയ്ത് പരസ്പരം പഠിപ്പിക്കാനും വേണ്ടിയിട്ടും പഠിക്കാനും വേണ്ടിയിട്ടും പോകുന്നു. അപ്പൊ അവര് സമുദ്രത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ഈ കിതാബുകൾ കൊണ്ടുപോകുന്നു. അങ്ങനെ ഈ കിതാബുകൾ അവിടെ എത്തുന്നു. ദലായിൽ ഖൈറാത്ത് നമ്മളെ ഇന്ത്യയിലേക്കും കേരളത്തിലേക്കും എത്തുന്നത് കായൽപട്ടണം വഴിയാണെന്നുള്ള ഒരു ചെറിയൊരു പഠനം ഞാൻ വായിച്ചിട്ടുണ്ട്. നമ്മളെ ഒരു സുഹൃത്ത്, കായൽപട്ടണത്തിലുള്ള ഒരു സുഹൃത്ത് പറഞ്ഞതാണ്. അതായത് കായൽപട്ടണത്തിലേക്കാണ് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ നിന്ന് ആദ്യമായിട്ട് കുറച്ച് ആൾക്കാർ ജോലിക്ക് വേണ്ടിയിട്ട് ഇതിനൊക്കെ വേണ്ടി വരുന്നത്. പിന്നെ സൂഫികൾ വന്നിരുന്നു. അങ്ങനെ അവര് ഇവിടെ വന്ന് ഇങ്ങനെ കൂടിയിരുന്ന് സംസാരിക്കാൻ തുടങ്ങി. അവരിങ്ങനെ ദലാൽ ഖൈറാത്ത് ഓതാൻ തുടങ്ങി. അപ്പൊ അത് നമ്മൾ കൗതുകത്തോടെ അത് എന്താണെന്നൊക്കെ ചോദിച്ചിട്ട് നമ്മൾ അങ്ങോട്ട് പോയി. അങ്ങനെ അത് ഒരു പ്രധാനപ്പെട്ട സൂഫി ഗ്രന്ഥമാണ്, സ്വലാത്ത് ഗ്രന്ഥമാണ്. ദലാൽ ഖൈറാത്ത് നബിയുടെ കുറിച്ചുള്ള കുറെ വിശേഷണങ്ങളാണ്. ജസൂലി ഇമാമിന്റെ ഒരു ത്വരീഖത്താണ് ജസൂലി ത്വരീഖത്ത്. നിങ്ങൾ ഷാദുലി ത്വരീഖത്തിനെ കുറിച്ച് അറിയായിരിക്കും. അതുപോലെ തന്നെ കുറെ ത്വരീഖത്തുകളുണ്ടല്ലോ, ഖാദിരി ത്വരീഖത്ത്, ഷാദുലി ത്വരീഖത്ത്, ജസൂലി ത്വരീഖത്ത്. അപ്പോൾ ജസൂലി ത്വരീഖത്തിന്റെ പ്രത്യേകത, ഈ ദലാൽ ഖൈറാത്ത് എഴുതിയ ഓദറിന്റെ പേരാണ് ജസൂലി ഇമാം ഉണ്ടാക്കിയ ത്വരീഖത്തിന്റെ പേരാണ് ജസൂലി ത്വരീഖത്ത്. ജസൂലി ത്വരീഖത്തിന്റെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് ചോദിച്ചാൽ, അവർ നബിനോട് ഭയങ്കര കണക്ഷനുള്ള ടീമായിരിക്കും. എപ്പോഴും സ്വലാത്ത് ചൊല്ലിയിട്ട്, എപ്പോഴും എന്താ പറയാ, ഇടക്കിടക്ക് മദീന ഒക്കെ പോയി റൗള സിയാറത്ത് ചെയ്യുന്ന, സ്വലാത്തുകൾ പതിവാക്കിയ ഒരു ടീമാണ് ഈ ജസൂലി ത്വരീഖത്ത്. അപ്പൊ അവർക്ക് എപ്പോഴും സ്വലാത്ത് ചെല്ലാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് ദലാൽ ഖൈറാത്ത്. അതിലെ കുറെ സ്വലാത്തുകളായിരിക്കും, നബിയുടെ കുറിച്ചുള്ള കുറെ സ്വലാത്തുകൾ, ഷമായിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയുടെ കുറെ വിശേഷണങ്ങള്, മുജിസാത്തുകളെ കുറിച്ച്, നബിയെ വെച്ചിട്ടുള്ള കുറെ തവസ്സുലാക്കിയിട്ടുള്ള കുറെ ദുആകളൊക്കെ ആയിരിക്കും ദലാൽ ഖൈറാത്തിലുള്ളത്. അപ്പോൾ അത് നമ്മളെ കേരളത്തിലേക്കും കായൽപട്ടണം വഴി കാശ്മീരിലേക്കും അതുപോലെ തന്നെ പല രീതിയിലേക്കും എത്തി. റഷ്യയിലേക്ക് എത്തി, അങ്ങനെ തുർക്കിയിലേക്ക് എത്തി, അങ്ങനെ പല സ്ഥലത്തും പല ആഫ്രിക്കൻ കൺട്രീസിലേക്കും ഈ ദലാൽ ഖൈറാത്ത് സമുദ്രം വഴി എത്തി. ആ ഒരു സമയത്താണ് ഞാൻ നേരത്തെ പറഞ്ഞ മഹ്മൂദ് ഗുരിയുടെ ഇസ്ലാമിക് ലോ ആൻഡ് സർക്കുലേഷന്റെ ആ പുസ്തകത്തിന്റെ പ്രാധാന്യം കിടക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ജലീൽ പി.കെ. ഹുദവിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ജലീൽ പി.കെ. ഹുദവി സിംഗപ്പൂരിലെ സിംഗപ്പൂർ യൂണിവേഴ്സിറ്റിയിലെ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ജലീൽ പി.കെ. ഹുദവി ഉണ്ട്. മൂപ്പര് പഠിക്കുന്നത് ഈ ഒരു വിഷയത്തെ കുറിച്ചാണ്. എങ്ങനെയാണ് സൂഫി ലിറ്റണി മീൻസ് ഗ്രന്ഥങ്ങള്, ഈ സലാത്ത് ഗ്രന്ഥങ്ങള്, മൗലിദ് ഗ്രന്ഥങ്ങള് പല ഭൂഖണ്ഡങ്ങൾ കടന്ന് നമ്മുടെ നാട്ടിലേക്ക് എത്തുന്നു. ഹദ്ദാദ് അതിനൊരു ഉദാഹരണമാണ്. ഹദ്ദാദ് എന്ന് പറഞ്ഞാൽ ഹദ്ദാദ് തങ്ങളെ എഴുതിയ സാധനം അത് നമ്മളെ കേരളത്തിലെ എല്ലാ പള്ളികളിലും, ഈവൻ നമ്മളെ എല്ലാ വീടുകളിലും പാരായണം ചെയ്യപ്പെടുന്ന ഒരു ഗ്രന്ഥമായിട്ട് മാറി. അപ്പോൾ ഈ സൂഫി ലിറ്റണികൾ, മൗലൂദുകൾ ഈ കടൽ കടന്ന് പല സ്ഥലത്തേക്കും എത്തുന്നു. അതിനൊരു ഉദാഹരണമാണ് ദലായിൽ ഖൈറാത്ത്. ആ ദലായിൽ ഖൈറാത്തിന്റെ ഒറിജിൻ മൊറോക്കോയിലാണ്. അപ്പോ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ദലായിൽ ഖൈറാത്തിനെ കുറിച്ച് പഠിച്ചിരുന്നു. അപ്പോൾ നമ്മൾ എന്താ പറയാ, ചെറുതെന്ന് വിചാരിക്കുന്ന കുറെ ഇസ്ലാമിക് പഠന മേഖലക്കും വളരെ വലിയ രീതിയിലുള്ള ഒരു വാസ്റ്റ് ഏരിയ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നത് ഇപ്പോഴാണ്. ഇത് നിങ്ങൾക്ക് കുറച്ച് 4 ആൾക്കാരെ കാണുന്നുണ്ട്. നിങ്ങൾ കോഡിക്കോളജിസ്റ്റ് എന്ന് പറഞ്ഞ കുറച്ച് 4 ആൾക്കാരെ ഞാൻ സ്ലൈഡിൽ ഇട്ടിട്ടുണ്ട്. ഒന്ന് ഹിബ ആബിദ് എന്ന് പറഞ്ഞ ഒരു പെണ്ണാണ്. അവള് ന്യൂയോർക്കിലെ മിഡിൽ ഈസ്റ്റേൺ ആൻഡ് ഇസ്ലാമിക് സ്റ്റഡീസിലെ ന്യൂയോർക്ക് ലോകത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലൈബ്രറിയാണ് ന്യൂയോർക്ക് ലൈബ്രറി. അവിടുത്തെ ഒരു ക്യൂറേറ്റർ ആണ്. പിന്നെ രണ്ടാമത്തെ പെണ്ണ് സബീഹ ഗുളുഗുളു എന്ന് പറഞ്ഞ ഒരു പെണ്ണാണ്.
അവള് യൂണിവേഴ്സിറ്റി ഓഫ് മിഷിഗണില് റിസർച്ച് ഫെല്ലോ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു പെണ്ണാണ്. പിന്നെ മൂന്നാമത് അലക്സാണ്ടർ പപ്പാസ് എന്ന് പറഞ്ഞ ഫ്രാൻസില് ഓട്ടോമൻ സ്റ്റഡീസിന് ഇതിലൊക്കെ എന്താ ഡയറക്ടർ ആയിട്ടുള്ള ഒരു അലക്സാണ്ടർ പപ്പാസ് ഒന്ന്. പിന്നെ നാലാമത് ഡോക്ടർ ജാൻ ജസ്റ്റ്വിറ്റ്കാം എന്ന് പറഞ്ഞ ലേഡൻ യൂണിവേഴ്സിറ്റിയിലെ കോഡിക്കോളജി പ്രൊഫസറാണ്. കോഡിക്കോളജി എന്ന് പറഞ്ഞാല് നമ്മളെ ഈ മാനുസ്ക്രിപ്റ്റുകളെ കുറിച്ച് പഠിക്കുന്ന ഒരു മേഖലയാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ദലായിലുൽ ഖൈറാത്ത്, ഹദ്ദാദ്, നമ്മളെ പഴയകാല ഖുർആനുകള്, ഖാദിയാദിന്റെ കിതാബു ഷിഫ, നബിനെ കുറിച്ച് എഴുതിയ കിതാബു ഷിഫ, അങ്ങനെ കുറെ ഗ്രന്ഥങ്ങൾ പല സ്ഥലത്തേക്കും എന്താ പറയാ എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്നു, പല ഭൂഖണ്ഡങ്ങളിലേക്കും എത്തുന്നു. അത് പല മാനുസ്ക്രിപ്റ്റ് അവര് സ്വന്തമായിട്ട് മാനുസ്ക്രിപ്റ്റ് ഉണ്ടാക്കുന്നു, അതിനെന്താ പറയാ ഒരു ഡിസൈൻ ഉണ്ടാക്കുന്നു. ഈ ദലാൽ ഖൈറാത്ത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എന്താ പറയാ ഭയങ്കര ഡിസൈനോട് കൂടി ഉണ്ടാക്കിയ ഒരു കിതാബാണ്. രണ്ടാമത്തെ കണ്ടാ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അപ്പോ ഭയങ്കര ഡിസൈനോട് കൂടി, പൊതുജനങ്ങള് ഡിസൈൻ ഇല്ലാതെയും രാജാക്കന്മാരൊക്കെ, ഇത് ഈ ദലാൽ ഖൈറാത്തിന്റെ ഒരു നിങ്ങള് അബ്ദുറഹ്മാൻ നിങ്ങൾക്ക് ദലാൽ ഖൈറാത്തിനെ കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ഞാനൊരു ലേഖനം എന്താ പറയാ തെളിച്ചത്തിൽ എഴുതിയിരുന്നു. ഞാൻ കൂടുതൽ നേരം അതിങ്ങനെ വിശദീകരിക്കില്ല, നിങ്ങൾക്ക് അത് വായിച്ചാൽ കുറച്ചും കൂടെ എന്താ പറയുക ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പൊ ശരി. അപ്പൊ അതൊരു സ്വലാത്ത് ഗ്രന്ഥമാണ്, നബിയെ കുറിച്ച് എഴുതിയ ഗ്രന്ഥമാണ്. അപ്പൊ അതിനെ കുറിച്ച് പഠിക്കാൻ ഇപ്പത്തെ കുറെ ആൾക്കാരും നമ്മള് ഇതിലിപ്പോ ഞാൻ കാണിച്ചു തന്നതിൽ ഹിബാബിദ് മുസ്ലിമാണ്. ഹിബാബിദ് മുസ്ലിമാണ്. പിന്നെ സബീഹ ഗോകുൾ മുസ്ലിമാണ്. ഈ അലക്സാണ്ടർ പാപ്പസും ജാൻ ജസ്റ്റ്വിറ്റ്കാമും അങ്ങനെ ധാരാളം സ്കോളേഴ്സ് ഉണ്ട്. അവരൊന്നും മുസ്ലിംസ് അല്ല, പക്ഷെ എന്നിരുന്നാലും അവർ ദലായിലുൽ ഖൈറാത്തിനെ കുറിച്ച് പഠിക്കുന്നു, അതിന്റെ മാനുസ്ക്രിപ്റ്റുകളെ കുറിച്ച് പഠിക്കുന്നു. അപ്പോ എന്താ പറയാ അതിനൊക്കെ അപ്പൊ നമ്മൾ മുസ്ലിം ആയിട്ടുള്ള നമ്മൾ നിരന്തരം അത് ഓതുന്ന അതിനോട് പരിചയമുള്ള നമ്മൾ അതിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് ഇനിയും കുറെ എന്താ പറയാ അതിനെ കുറിച്ച് കോൺട്രിബ്യൂട്ട് ചെയ്യാനുണ്ടാവും. അത് ഇവർക്കൊക്കെ ഒരു ലിമിറ്റ് ഉണ്ടാവും. ഇവർക്കൊരു പക്ഷെ അറബി വായിക്കാൻ, അറബി എന്താ പറയാ അർത്ഥങ്ങൾ മനസ്സിലാക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും. ഇവരെ സെക്കൻഡറി സോഴ്സ് വെച്ചിട്ടായിരിക്കും ഇതിനെ കുറിച്ചൊക്കെ പഠിക്കുക, അല്ലെ? അതായത് ഒരാൾ അറബി അറിയാത്ത ഒരു ഇംഗ്ലീഷ് പ്രൊഫസർ മൂപ്പർക്ക് നമ്മളെ ഫത്തുൽ മുഈനെ കുറിച്ച് പഠിക്കണം എന്നുണ്ടെങ്കിൽ മൂപ്പർ ഫത്തുൽ മുഈൻ അല്ല വായിക്കുക, മൂപ്പര് ഫത്തുൽ മുഈനെ കുറിച്ച് എഴുതിയപ്പെട്ട ഏതെങ്കിലും പുസ്തകങ്ങൾ, ഇംഗ്ലീഷിൽ എഴുതപ്പെട്ട പുസ്തകങ്ങൾ വായിക്കാം. അപ്പൊ ഒരു സെക്കൻഡറി സോഴ്സ് ആണ് ഒരു റെഫറൻസ്. പക്ഷെ നമ്മൾ എന്ന് പറഞ്ഞാൽ നമുക്ക് അറബി അറിയാം, ഇംഗ്ലീഷും അറിയാം, നമുക്ക് പ്രധാന ഭാഷകളൊക്കെ അറിയാം. അപ്പൊ നമുക്ക് ഇതിനെ കുറിച്ചൊക്കെ പഠിക്കാം. ദലായിലുൽ ഖൈറാത്ത് എങ്ങനെയാണ് കേരളത്തിലേക്ക് എത്തി, ഇന്ത്യയിലേക്ക് എത്തി, കായൽപട്ടണത്തിലേക്ക് എത്തി, അതെങ്ങനെയാണ് നമ്മളെ എല്ലാ പള്ളികളിലും അതിന്റെ ഏട് നമ്മൾ വിതരണം ചെയ്യപ്പെടുന്നു, അത് എങ്ങനെയാണ് ഇത് ഇവിടെ എത്തുന്നത്, ജസൂലി ത്വരീഖത്ത് കേരളത്തിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്, മൊറോക്കോയിൽ നിന്ന് ജസൂലി ത്വരീഖത്ത് എങ്ങനെയാണ് കേരളത്തിലേക്ക് എത്തുന്നത്, അങ്ങനെ ധാരാളം എന്താ പറയുക പഠന മേഖലകൾ നമുക്ക് മുന്നിലുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഉപകാരപ്പെടുത്തും, നമുക്ക് ഉപകാരപ്പെടും എന്നുള്ള ഒരു എന്താ പറയാ ഒരു പ്രതീക്ഷയിലാണ് ഞാനിതൊക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. ഞാനും ശ്രമിക്കും, നിങ്ങളും അതിനെക്കുറിച്ചൊക്കെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കും എന്ന് വിചാരിക്കുന്നു. പിന്നെ രണ്ടാമതൊരു കിതാബാണ് തൻബീഹുൽ അനാം. അത് എഴുതിയത് തുനീഷ്യക്കാരായിട്ടുള്ള ഒരാളാണ്. ഈ തൻബീഹുൽ അനാം കേരളത്തിലെ എന്താ പറയാ പഴയകാല ലൈബ്രറികളിൽ ഇതിന്റെ മാനുസ്ക്രിപ്റ്റുകൾ ഉണ്ട് എന്നുള്ളത് നമ്മളൊരു സുഹൃത്ത്, ഒരു വാഫി സുഹൃത്ത് മോന്റെ പഠനത്തിന് വേണ്ടി പോയപ്പോൾ ഇതിന്റെ കുറെ മാനുസ്ക്രിപ്റ്റുകൾ കണ്ടെടുക്കപ്പെട്ടിട്ടുണ്ട്. ഇതും ഒരു 1500 എഴുതപ്പെട്ട ഒരു ഗ്രന്ഥമാണ്. ദലായിലുൽ ഖൈറാത്ത് 1400 എഴുതപ്പെട്ട ഒരു ഗ്രന്ഥവും ഇത് 1500 എഴുതപ്പെട്ട, അതായത് ആ കാലഘട്ടങ്ങളിൽ എഴുതപ്പെട്ട, ആഫ്രിക്കയിൽ എഴുതപ്പെട്ട ഈ തൻബീഹുൽ അനാമും ദലായിലുൽ ഖൈറാത്തും നമ്മൾ കേരളത്തിലെ ലൈബ്രറികളിലും പള്ളികളിലൊക്കെ എത്തി. അപ്പൊ അതിന് പിന്നിൽ കുറെ ചരിത്രങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് പഠിക്കാം. അപ്പോൾ നമ്മൾ കേരളത്തിൽ നിന്ന് ഇവിടേക്ക് പഠിക്കാൻ വന്ന മൊറോക്കോ എന്ന് പറഞ്ഞത് ഒരു ആഫ്രിക്കൻ കൺട്രിയാണല്ലോ. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കും, അവിടെ മൊറോക്കോയിൽ നിന്ന് കേരളത്തിലേക്കും, ആഫ്രിക്കൻ കൺട്രീസിൽ നിന്ന് കേരളത്തിലേക്കും, കേരളത്തിൽ നിന്ന് മൊറോക്കോയിൽ ആഫ്രിക്കൻ കൺട്രീസിലേക്കൊക്കെ പല സമയത്തും 1200-കളിലും 300-കളിലും 400-കളിലൊക്കെ എക്സ്ചേഞ്ചുകൾ നടന്നിട്ടുണ്ട്. അതിന്റെ ഒരു തുടർ കണ്ണിയാണ് നമ്മൾ ഹുദവിമാരും ദാറുൽ ഹുദയും ബഹാദീൻ ഉസ്താദിന്റെ ശ്രമങ്ങളൊക്കെ. അപ്പൊ അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി നമ്മുടെ ദാറുൽ ഹുദയുടെ എന്താ പറയാ സ്കോപ്പും, നിങ്ങൾക്ക് ഇനി എന്തൊക്കെ ചെയ്യാൻ പറ്റും, നിങ്ങളെ അക്കാദമിക് ഹദീസ് എന്നുള്ളത് ഒരു എന്താ പറയാ നമ്മൾ വെറും ഒരു മുസ്ലിങ്ങൾ പഠിക്കേണ്ട ഒരു സംഭവം മാത്രമല്ല, അത് പലരെയും പഠിപ്പിക്കേണ്ട, നമ്മൾ അതിന്റെ പ്രാധാന്യം പലരെയും മനസ്സിലാക്കി കൊടുക്കേണ്ട ഒരു സാധനമാണെന്ന് നമ്മൾ തന്നെ ഇങ്ങനെ പറഞ്ഞ് നമ്മൾ എന്താ പറയാ ഇസ്ലാമിക് സ്കോളേഴ്സ്
അതിന് റെലവൻറ്റീസ് ചെയ്യണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇനി ഡൗട്ടുകളൊക്കെ ഉണ്ടാവുമെന്ന് അറിയില്ല. ഉണ്ടെങ്കിൽ ചോദിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് ഈ പരിപാടി ഇവിടെ സെഷൻ ഇവിടെ അവസാനിപ്പിക്കാം. അപ്പോൾ ഞാൻ ചെറിയൊരു സമയത്ത് ഇതെല്ലാം കൂടെ പറയാനുള്ള ഒരു കെൽപ്പ് എനിക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടില്ലെങ്കിൽ സോറി. നിങ്ങൾ വിചാരിച്ചൊരു സെഷനായിരുന്നു, ടോപ്പിക് ആയിരുന്നു എന്ന് എനിക്കറിയില്ല. ഇൻഷാല്ലാ എന്നാ പിന്നെ നമുക്ക് നിങ്ങൾ എന്തെങ്കിലും ചോദിക്കാനോ പറയാനുണ്ടെങ്കിൽ അത് ചെയ്തിട്ട് നമുക്ക് സെഷൻ അവസാനിപ്പിക്കാം. റഹ്മാൻ ഉസ്താദ്, ഏതായാലും ക്ലാസ് വളരെ ഉപകാരപ്പെട്ടു. കാരണം നമ്മളെ ഇവിടുത്തെ ഒരുപാട് കുട്ടികൾ എന്താണ് ആഫ്രിക്കയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരാളെ ലേഖനം, ഇപ്പൊ ഡിഗ്രി 3rd ഇയറിലുള്ള ഒരാളെ ലേഖനം ഉസ്താദ് പറഞ്ഞില്ല ബുർക്കിന ഫാസോയെ കുറിച്ച്, അത് തെളിച്ചത്തിൽ വന്നിട്ടുണ്ടാവും. കഴിഞ്ഞ ലക്കത്തിൽ വന്നിട്ടുണ്ട്. തൊയ്യിബ് മണ്ണാർക്കാട് എന്ന് പറയുന്ന വിദ്യാർത്ഥിയുടെ ഒരു ലേഖനം ഇബ്രാഹിം ഡൊറയെ കുറിച്ചിട്ട്. അപ്പൊ അങ്ങനെ ആഫ്രിക്കയിലുള്ള പഠനങ്ങൾ, ആഫ്രിക്കയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പഠനങ്ങളിലൊക്കെ കുട്ടികൾ ഈടായിട്ട് ഏർപ്പെടുന്നുണ്ട്. അപ്പൊ അതുകൂടി മനസ്സിലാക്കിയിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ സെഷൻ വെച്ചത്. അപ്പൊ പൂർണ്ണമായിട്ടും അത് ഉപകാരപ്പെട്ടിട്ടുണ്ട്. ഏതായാലും പിന്നെ ഈ പറയപ്പെട്ട കിതാബുകൾ ഹൈറാത്തും തൻബിയ അങ്ങനെയുള്ള കിതാബുകളെ കുറിച്ചൊക്കെയാണ് പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഏതായാലും ഓക്കെ, ജസാക്കല്ലാ. ഇനി എന്തെങ്കിലും ആർക്കും ഡൗട്ടുകളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് കൺക്ലൂഡ് ചെയ്യല്ലേ റഹ്മാൻ ഉസ്താദ്? നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനോ പറയാനുണ്ടോ? അതിന് മാത്രമൊന്നും ഇല്ല, എന്നാലും അല്ല, പണ്ടൊക്കെ എല്ലാ ഡിസിപ്ലിനിലുള്ള സ്റ്റഡീസ് അവിടെ നടന്നിരുന്നു പറഞ്ഞല്ലോ. അപ്പോൾ ഇപ്പോഴത്തെ കാലത്തും അങ്ങനെ ഈ കിതാബുകളിൽ നിന്നൊക്കെ മാറിയിട്ട് എല്ലാ ഡിസിപ്ലിനിലുള്ള സ്റ്റഡീസ്, ഇൻ്റഗ്രേറ്റഡ് ആയ സ്റ്റഡീസ് ഇപ്പോൾ നടക്കുന്നുണ്ടോ ചോദിക്കാൻ. എവിടെ? കറവീൻ യൂണിവേഴ്സിറ്റിയിലാണോ? അതെ. കറവീൻ യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോ എന്താ പറയാ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെയ്തിട്ടാണ് ഇപ്പോഴും ആ ഒരു പണ്ടത്തെ എന്താ പറയാ ഹെറിറ്റേജ് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴും പള്ളിയിൽ ഖുറാനും ഹദീസും ഫിഖ് ഗ്രന്ഥങ്ങളും മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ. പക്ഷേ ഈ കറവീൻ യൂണിവേഴ്സിറ്റിന്റെ കീഴിലാണ് ഇപ്പൊ ഞങ്ങൾ പഠിക്കുന്ന സ്ഥാപനം, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മുഹമ്മദ് സാദിസ് എന്ന് പറഞ്ഞ ഒരു സ്ഥാപനം. അത് കറവീൻ യൂണിവേഴ്സിറ്റിന്റെ കീഴിലാണ്. അപ്പൊ കറവീൻ യൂണിവേഴ്സിറ്റിയിൽ ഇപ്പൊ അതായത് ആ പള്ളി നിൽക്കുന്ന ആ ഒരു ജാമ്യ കോമ്പൗണ്ടില് ഇങ്ങനത്തെ വിഷയങ്ങളൊന്നും പഠിപ്പിക്കണില്ല. അവിടെ ഇസ്ലാമിക് സ്റ്റഡീസ് മാത്രമേ ഉള്ളൂ. പക്ഷെ കറവീൻ യൂണിവേഴ്സിറ്റിന്റെ കീഴിലുള്ള കുറെ ഇൻസ്റ്റിറ്റ്യൂഷനുകൾ ഉണ്ട്. മൊറോക്കോയിലെ പ്രധാന ഇൻസ്റ്റിറ്റ്യൂഷനുകളൊക്കെ കറവീൻ യൂണിവേഴ്സിറ്റിന്റെ കീഴിലാണ്. അവിടെ ഇങ്ങനത്തെ ഇന്റഗ്രേറ്റഡ് നോളജും അതുപോലെ തന്നെ സോഷ്യോളജിയും അങ്ങനെ പലതും ഇപ്പൊ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അത് പണ്ടത്തെ ഹെറിറ്റേജ് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് കറവീൻ അവിടെ തന്നെ നിലനിർത്തിയിട്ട് ബാക്കി സ്ഥാപനങ്ങളിൽ, കറവീന് കീഴിലുള്ള സ്ഥാപനങ്ങളിൽ, ഇപ്പൊ ഞങ്ങൾ പഠിക്കുന്ന സ്ഥാപനത്തിൽ പോലും നല്ല രീതിയിലുള്ള എന്താ പറയുക ഇന്റഗ്രേറ്റഡ് നോളജ്, ഖുർആൻ ആണെങ്കിൽ നമുക്ക് മോഡേൺ ട്രെൻഡ്സും അതുപോലെ തന്നെ എന്താ പറയുക ഓറിയന്റലിസ്റ്റുകൾക്കുള്ള റെഫ്യൂട്ടേഷൻ ഒക്കെ പഠിപ്പിക്കുന്ന ഇവിടുത്തെ കുറെ ഉസ്താദുമാർ, ഞങ്ങളെ ഉസ്താദുമാരെന്ന് പറഞ്ഞാൽ അധികം ഡോക്ടർമാരാണ്, പ്രൊഫസർമാരാണ്. അവരൊക്കെ 2-3 പെണ്ണ് ഉസ്താദുമാരുണ്ട്. ഖുർആനെ കുറിച്ചൊക്കെ ആധികാരികമായിട്ടും സംസാരിക്കുന്ന, തഫ്സീറുകളെ കുറിച്ചും വെസ്റ്റേൺ സീറകളെ കുറിച്ചും പ്രൊഫറ്റിക് സീറനെ കുറിച്ചും ഹദീസിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്ന അയക്കം ചെന്ന കുറെ ഡോക്ടർമാരാണ്, ഉസ്താദുമാരാണ്. പെണ്ണുങ്ങൾ 2-3 ആൾക്കാരുണ്ട്. അപ്പൊ ഇപ്പോഴും അവരതിങ്ങനെ സൂക്ഷിക്കുന്നുണ്ട്. അതിന്റെ ഒരു എന്താ പറയാ കൾച്ചറും ഹെറിറ്റേജ് ഒക്കെ ഇപ്പോഴും സൂക്ഷിക്കുന്നുണ്ട്. അപ്പൊ നമ്മളിവിടെ എന്തായാലും സെഷൻ അവസാനിപ്പിക്കുകയാണ്. അവസാനം പ്രത്യേകം പറയാനുള്ളത്, നമ്മൾ ഈ പറഞ്ഞ സൂചിപ്പിച്ച വിഷയങ്ങളൊക്കെ ഇപ്പൊ മാനുസ്ക്രിപ്റ്റ് വിഷയങ്ങൾ, അപ്പൊ ആ വിഷയങ്ങളെ കുട്ടികൾ തിസീസൊക്കെ എഴുതുന്നുണ്ട്. അപ്പൊ അതിലവർക്ക് അവർ ഉസ്താദുമായി ബന്ധപ്പെടുമ്പോൾ അതിന് വേണ്ട സപ്പോർട്ട് കൊടുക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഇവിടെ കൈകാര്യം ചെയ്ത ഉസ്താദിനും അതുപോലെ ഇത് ശ്രമിച്ചിരുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്കും നന്ദി അറിയിച്ചുകൊണ്ട് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം. അസ്സലാമു അലൈക്കും.